ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചിട്ടും ഇവർക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. അൽഹംദുലില്ലാഹ് ഈ ചോദ്യമൊക്കെ ഉൾക്കൊണ്ട അവരുടെ ഒരു പണ്ഡിത സഹോദരൻ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിലേക്ക് ഈ സംഭവത്തോട് കടന്നു വന്നിരിക്കുകയാണ്. ഇനി ഞാൻ പേരാമ്പ്രയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വീകരണം നൽകി. ഈ കേരളത്തിൽ അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയ ഗുണമാണ് ഒരു സംവാദം കൊണ്ടൊരു പണ്ഡിത സഹോദരൻ അവരുടെ പള്ളികളിൽ ഖുതുബ നിർവഹിച്ചിരുന്ന, അവർക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുപോലും പ്രസംഗം നടത്തിയിരുന്ന ഒരു സഹോദരൻ മൗലവി ജാഫർ മാസ്റ്റർ, അദ്ദേഹം നമ്മളെ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ് സത്യമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന്. അൽഹംദുലില്ലാഹ് അതാണ് ഇവർക്കറിയാം. പണ്ഡിത ചർച്ച വെച്ചാൽ വിവരമറിയും. അതാണ് പണ്ഡിത ചർച്ചയ്ക്ക് പുതിയ നിർവചനം കൊടുക്കാൻ കാരണം. മറ്റേ സുഖാണ് അവിടെ പോലിരിക്കുക, നമ്മളിപ്പുറത്തിരിക്കുന്നിട്ട് ആൾക്കാർ ചോദിക്കട്ടെ എന്ന്. ആൾക്കാരെ മുമ്പിൽ ഒന്നും പറഞ്ഞു കഴിച്ചിലാകാലോ, സാധാരണക്കാരെ മുമ്പിൽ ഒന്നും പറഞ്ഞു കഴിച്ചിലാകാലോ. കേരള ചരിത്രത്തിലെ സംവാദത്തിന്റെ നിർവചനം പോലും അറിയാത്ത നിങ്ങളാണോ ഒരു പണ്ഡിത ചർച്ച എന്ന് പറയുന്ന പുതിയ നിർവചനം കൊടുത്തു വരുന്നത്? അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ആ തരികിടിയും തട്ടിപ്പും മുടന്നും നാനക്ക് മാറ്റിവെച്ചിട്ട് ഹക്കുണ്ടെങ്കിൽ നേരിട്ട് വാ. അതാണ് ചെയ്യേണ്ടത്. ഹക്കുണ്ടെങ്കിൽ, അതില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു തെറ്റിദ്ധരിച്ചു പോയവർക്ക് നല്ല ബുദ്ധി നൽകാൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ മരണ മാർഗത്തുള്ള ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണെന്നുള്ള വാദം അത് അസ്ഥാനത്താണ്. ഇനി രണ്ടാമതവരെന്ന് പറഞ്ഞെന്താ, മറഞ്ഞ മാർഗത്തിലൂടെ വസ്തുവിന്റെ ഉപദ്രവം പേടിച്ചാൽ അതും ശിർക്കാണ്. മറഞ്ഞ മാർഗത്തിലൂടെ വസ്തുവിന്റെ ഉപദ്രവം പേടിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് മാരണം, സിഹിർ. സിഹിർ എന്താ? ഇപ്പൊ പാലക്കാട് ജില്ലക്കാരനായ എനിക്ക് മലപ്പുറം ജില്ലക്കാരായ നിങ്ങൾ ആരെങ്കിലും എനിക്കിതൊരു സിഹിർ ചെയ്യാണ്. പാലക്കാട് ജില്ലക്കാരനെ ഞാനത് കാണുന്നില്ല, അറിയുന്നില്ല, കേൾക്കുന്നില്ല. അപ്പൊ കാണാത്തൊരു വസ്തുവിന്റെ ഉപദ്രവം പേടിക്കുക എന്നുള്ളത് അത് ശിർക്കാണ്. അപ്പൊ സിഹിറിലെ വിശ്വാസം ശിർക്കാ. അതുപോലെ കണ്ണീറെന്താ? കണ്ണീർ എന്താ? ഇപ്പോ ഇവിടെ MT അബൂബക്കർ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ഏതൊരു കുട്ടിയോട് നിന്ന് പാട്ട് പാടുന്നു. അപ്പൊ കണ്ണേറുള്ള ഒരാളെന്ന് എന്താ കുട്ടിയുടെ പാട്ട്, ആ കുട്ടിയുടെ വെച്ച ഏനാവും. സ്വാഭാവികമാണ്. അല്ലെ നമ്മുടെ മൂച്ചു നല്ല മാങ്ങനെ പഴുത്തു നിൽക്കുകയാണ്, നല്ല മാങ്ങയാണ് അങ്ങനെ തെറുതിരാ നിൽക്കണ്ടപ്പോ ഈ കണ്ണേറിന്റെ സ്വഭാവമുള്ള ആള് എന്താ സൈനബ എന്റെ മൂച്ചു ഭയങ്കര മാങ്ങയാണല്ലോ, ഇതാ കിടന്ന് ഡിം ഒന്ന് വീണു, പിറ്റേ ദിവസം 2 വീണു, പിന്നെ ആ മൂച്ച് ഗുണം പിടിക്കൂല. കണ്ണേറാണ്. അത് മുത്തുനബി പറഞ്ഞ അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ ഹഖ്ഖാ, കണ്ണേർ ഹഖ്ഖാ. ഇവര് ചിന്തിച്ചു അതിപ്പോ എങ്ങനെ? കണ്ണീർ നമ്മൾ കാണുന്നില്ലല്ലോ. കാണുന്നില്ല. ഓരോ കല്ലേറുണ്ട്, കാരണം കല്ലുകൊണ്ടിരുന്ന് കാണും. കല്ലുകൊണ്ട് മൂച്ചപ്പൊക്കെ എറിഞ്ഞാൽ ഏറും കാണും, വീണും കാണുന്നുണ്ട്. കണ്ണേർ നമ്മൾ കാണുന്നില്ലല്ലോ, നാവേർ നമ്മൾ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് കാണാത്തൊരു വസ്തുവിന്റെ ഉപദ്രവം പേടിക്കുക എന്നുള്ളത് അത് അള്ളാഹു നിശ്ചയിച്ച കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമല്ല, അതീതമായതുകൊണ്ട് അത് തെറ്റാണ്, ശിർക്കാണ്. കലാക്കഥ എന്നതിലുള്ള വിശ്വാസമാണ്. ഇവർ പ്രസംഗിച്ചു 1998 ഇന്ന് ഇവിടേക്കുള്ള പ്രസ്ഥാനത്തിന്റെ നേതാവായ സക്കരിയ സലാഹി പ്രസംഗിച്ചൊരു പ്രസംഗം കേട്ടോളൂ. അന്ന് ഓഡിയാണ്, വീഡിയോ ഇല്ല. ഓഡിയോ ശബ്ദം കേട്ടാൽ മതി. അദ്ദേഹം പറയട്ടെ. നമ്മുടെ വീട്ടിന്റെ പരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ, അല്ലെങ്കിൽ 5-6 വെള്ളരി, അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമോട്ടിയാക്കയിൽ എങ്ങനെയാണ് പോകുമ്പോ, എന്താ സൈനവാ എന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് അമോട്ടിയാക്ക പറഞ്ഞാൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ്, 2 വീണ്, ആകെ മത്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവ്. എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി, ആമോട്ടിയാക്ക ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പം എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും ഒരു മത്തനുണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനാ? കണ്ടാ വല്ലോനും പറഞ്ഞളിയും. അപ്പൊ നാവുകൊണ്ട് നെട്ടും, നാവുകൊണ്ടുള്ള ഏറ്, കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവുകൊണ്ടുള്ള ഏറും കണ്ടോ? നാളുകളുണ്ടോ? കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും കേട്ടത് നാവേറ്. പറയട്ടെ. പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുന്നതാണ് കണ്ണേറ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറും ഷെറും അള്ളാഹുവാണ് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. കണ്ണേർ എന്താണ് പറഞ്ഞത്? ഹൈറും ഷെറും അള്ളാഹുവാണ് വരുത്തുന്നതെന്ന വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ് കണ്ണേറുണ്ടെന്ന് വിശ്വസിക്കൽ. 1998 ഡോക്ടർ KK സക്കരിയ സലാഹി പ്രസംഗിച്ചതാണത്. നിഷേധിക്കാൻ കഴിയില്ലല്ലോ.
അന്ന് തന്നെ പ്രസംഗിച്ചു, സിഹറുമില്ല എന്ന് ആ സീഡിൽ തന്നെ പറയുന്നുണ്ട്. സിഹറും ഫലിക്കൂല, സിഹറുകൾ വിശ്വസിക്കല കലാക്കഥനെതിരാണ്. അന്ന് നമ്മളൊക്കെ പ്രസംഗിച്ചു, നമ്മുടെ അഭിമന്യരായ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തു, സലാഹി തെറ്റുപറ്റിയിട്ടുണ്ട്, നിങ്ങൾ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് വിശുദ്ധ ഇസ്ലാമിന് എതിരാണ്, ഖുർആൻ ആശയങ്ങൾക്കെതിരാണ്, ഖുർആൻ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ വിവരമുള്ളവരാണ്, ഇവരങ്ങനെയാണല്ലോ, ഇവരെ വെപ്പ് അങ്ങനെയാണല്ലോ, ഇവർക്കാണല്ലോ എല്ലാം തിരിയുന്നവർ. അതുകൊണ്ടല്ലേ ഇമാമിയങ്ങളൊന്നും വേണ്ട, പൂർവികരൊന്നും വേണ്ട, ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഒരു കയ്യിൽ ഖുർആനുണ്ട്, മറുകൈയിൽ ഹദീസുണ്ട്. ഇവരുണ്ട് സ്വന്തമായിട്ട് ഖുർആൻ ഹദീസും പറയാൻ തുടങ്ങി. അന്ന് ഇവർ എതിർത്തു. പക്ഷെ കാലം കഴിഞ്ഞപ്പോ ഇവർക്ക് പറയേണ്ടി വന്നു, അന്ന് പറഞ്ഞതൊക്കെ തെറ്റാണ്. നോക്കൂ നിങ്ങൾ, ഇവിടൊക്കെ പ്രവർത്തിക്കുന്ന വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവ്, അവരുടെ സൂപ്പർ താരമായി അയാളെ പേരിലാണ് ആ ഗ്രൂപ്പനുണ്ടായത്. ആ വ്യക്തി പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളങ്ങനെ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്, സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ണീർ ഫലിക്കൂല എന്നൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗിച്ച CD വരെ കയ്യിൽ പെട്ടിട്ടുണ്ട്, വീഡിയോ കിട്ടിയിട്ടില്ല, ഓഡിയോ CD കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ ശരിയാണ്. അത് 98 ഞാൻ പ്രസംഗിച്ചു, അതും ശരി തന്നെയാണ്. പക്ഷെ ഞാനത് ആ പ്രസംഗിച്ചതൊക്കെ പൊട്ടത്തരായിരുന്നു. ഇതാ മുജാഹിദിന്റെ പ്രത്യേകത. എങ്ങനെ? ഇടക്കിടക്ക് റീചാർജ് ചെയ്യും. 1998 പറഞ്ഞതിനെ കുറിച്ച് പിന്നെ പറയും, അത് പൊട്ടത്തരായിരുന്നു. 2002 എത്തുമ്പോഴേക്കോ 98 to 2002 അതും പൊട്ടത്തരമായിരുന്നു. 2010 ആകുമ്പോഴോ 2002 to 2010 വരെ അതും പൊട്ടത്തരമായിരുന്നു. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതായാലും മുജാഹിദിന് ചോദിക്കാനുള്ള അവസരമുണ്ടല്ലോ. ഏതെങ്കിലും മുജാഹിദ് സുഹൃത്തുക്കളിൽ ധൈര്യം കടന്നു വരും. നിങ്ങളും ആശയം മാറിയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന, വിശ്വാസപരമായിട്ട് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ലെന്ന് പറയാൻ കഴിയുന്ന വല്ല മുജാഹിദും ഉണ്ടെങ്കിൽ കടന്നു വന്നോ എന്ന് ചോദിക്കാം. പറയട്ടെ. ഇപ്പൊ എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്. ഓഡിയോ കാസറ്റുകളും CD കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ, അദ്ദേഹത്തിന്റെ സ്വാധീനത്താലുണ്ടായ ചില ആശയങ്ങൾ, സിഹർ ഫലിക്കൂല, സിഹർ ഫലിക്കുന്ന വിചാരിച്ച കലാഖദറിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം, വളരെ സിമ്പിളായിട്ട് പൊട്ടത്തരം കഴിഞ്ഞു. നിങ്ങളൊക്കെ 1921 മുതൽ 1998 വരെ പ്രസംഗിച്ചതിനെ കുറിച്ച് വളരെ ലാഘവത്തോടെയുള്ള പറഞ്ഞ വാക്കെന്താ? പൊട്ടത്തരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1998 അടുക്ക് മരണപ്പെട്ടു പോയ മുജാഹിദീങ്ങൾക്കാരായി പൊട്ടത്തരം വിശ്വസിച്ച് മരിച്ചുപോയി എന്നല്ല ഒരെന്താ കാട്ട? ഇവരെന്താ കാട്ട? ഇത് ചെറിയ വിഷയത്തിൽ നിസ്സാരമായി കാണേണ്ട കാര്യമില്ലല്ലോ, വിശ്വാസപരമായ കാര്യമാണിത്. പറയട്ടെ അദ്ദേഹം. പിന്നീട് എനിക്ക് മനസ്സിലായി, ഹദീസുകൾ പഠിച്ചു, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയെ കുറിച്ച് പഠിച്ചു, അതുപോലെ അറബ് ലോകവുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു. അങ്ങനെ അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലായി അഹ്ലുസുന്നത്തിന്റെ മാർഗം ഏതാണ്. എങ്ങനെ അൽഹംദുലില്ലാഹ്? എങ്ങനെ പിന്നീട് പഠിക്കാൻ തുടങ്ങിയത്? പഠിച്ചപ്പോ മനസ്സിലായി സുന്നത്തമായിട്ട് പറയണതാണ് ശരി. അപ്പൊ ഞാൻ തിരുത്തി. അപ്പൊ 1998 വരെ പഠിക്കാതെയാണ് ഇവർ പ്രസംഗിച്ചത്. എന്തിനാണ് എന്റെ ഉപ്പമാരെ, ഉമ്മമാരെ ഇവരുടെ പിന്നാലെ നമ്മൾ കൂടുന്നത്? ഇപ്പൊ കണ്ടോ, ഇപ്പൊ പറയുന്നെന്താ? കണ്ണീരുണ്ടെന്ന് മാത്രമല്ല, കണ്ണീരിന് രക്ഷപ്പെടാൻ ഒട്ടേറെ ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊക്കെ ജീവിതത്തിൽ നിത്യവും പതിവാക്കേണ്ട ദിക്റുകളാ. ആര് പറയാ? ഇന്നലകളിൽ കണ്ണീറില്ലെന്ന് പറഞ്ഞ ആളുകൾ, കണ്ണേർ ഫലിക്കില്ലെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ പറയുന്നു കണ്ണേറുണ്ടെന്ന് മാത്രമല്ല, കണ്ണേറിന്ന് രക്ഷപ്പെടാൻ ചില ദിക്റുകൾ പതിവാക്കണം. ഏതാ ദിക്റ് നിങ്ങൾക്കറിയില്ലേ? നമ്മളെ ഉസ്താദുമാരൊക്കെ വാഴ തുടങ്ങുമ്പോ, ചെറുശ്ശേരി ഉസ്താദൊക്കെ എപ്പോ പ്രസംഗം തുടങ്ങുമ്പോൾ ചെല്ലാറില്ലേ? അമിൻ കുല്ലി ഐനിൻ ലാമ്മ. അന്നിവര് കളിയാക്കി നമ്മെ ആക്ഷേപിച്ചവർ, അന്ന് കുറ്റപ്പെടുത്തിയവർ. ഇവരിപ്പൊ പറയുന്നു ആ ദിക്റുകളൊക്കെ പതിവാക്കണം, അത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മുജാഹിദിന് വേറെ ഗ്രൂപ്പുണ്ട്, കണ്ണീരിന് എപ്പോഴും അംഗീകരിക്കാത്തൊരു ഗ്രൂപ്പ്. ജിന്നൂരി ഇൻസൂരി അല്ലാത്ത മറ്റു ഗ്രൂപ്പുണ്ട്, മടവൂരി. അവരാണ്. ഇതൊക്കെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കെട്ടിപ്പടച്ചുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ എല്ലാവരും ന്യൂട്രലിക്ക് തുടങ്ങിയില്ലേ? ഇപ്പൊ മുജാഹിദ പറയുന്നതിനെ മടിയാ. കാരണം മുജാഹിദ എന്ന ആൾക്കാർ ജിന്ന ആകെ പ്രശ്നമല്ലേ? ആ ഒരു ഭാഗം മുജാഹിദ് ഇപ്പോഴും പറയുന്നു കണ്ണേർ ഫലിക്കൂല, കണ്ണേറിന് ദിക്റും ചെല്ലണ്ട. പഴയ വാദപ്പോൾ കുറച്ച് മുജാഹിദ് പറയുന്നുണ്ട്. ഇവിടെയുള്ള മുജാഹിദ് ഇവിടെയുള്ള മുജാഹിദ് ഈ പക്ഷക്കാരായിരിക്കുന്നു. ഇപ്പോ
അപ്പൊ എന്താ പറയുന്നത്? കണ്ണേറ് ഫലിക്കൂല എന്ന് പറയുമ്പോ ഇയാൾ ചോദിക്കാണ്, കണ്ണേറ് ഫലിക്കൂല എന്ന് പറഞ്ഞ റസൂലുള്ള പറഞ്ഞ് തെറ്റാണെന്ന് പറയേണ്ടി വരില്ലേ? ഏത് വയല് നമ്മൾ പണ്ട് പറഞ്ഞ വയലിപ്പോ ഇയാൾ കോപ്പിടിക്കാം കേട്ടോളൂ. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. എല്ലാ ഇഴജന്തുക്കളുടെയും വിഷജീവികളുടെയും ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. എല്ലാ ദോഷമുള്ള ആക്ഷേപകാരിയായ കണ്ണിന്റെ ഷർറിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കൾക്ക് വേണ്ടി നടത്തിയ ദുആ നടത്തിയിട്ട് പറഞ്ഞു, മക്കളെ, ഇത് ഞാൻ മാത്രം പറയുന്നൊരു ദുആയല്ല. നമ്മുടെ പൂർവീകനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അതേ അവിടുത്തെ രണ്ട് പൊന്നോമന മക്കളായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ഇതേ ദുആ കൊണ്ട് ദുആ നടത്തിയിട്ടുണ്ട്, കാവൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടങ്ങിയതല്ല, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ കണ്ണേറിന് തൊട്ട് കാവലിനെ ചോദിക്കൽ. എന്നിട്ടല്ലേ മൗലവിമാരെ 1998 വരെ ഞങ്ങൾ കണ്ണേറില്ലെന്ന് പറഞ്ഞത്? അല്ല, ഇപ്പൊ പെട്ടെന്ന് ജിബീലിൽ വന്നിട്ട് മുജാഹിദ് സെന്ററിൽ വന്നിട്ട് പറഞ്ഞു, മുജാഹിദ് ദഅവാ സമിതിയോട് പറഞ്ഞു കണ്ണേറുണ്ട് കേട്ടോ. അപ്പൊ കണ്ണേറുണ്ട്. അങ്ങനെ ഒന്നാണോ? അല്ലല്ലോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റല്ലേ കണ്ണേറിന് രക്ഷപ്പെടാൻ. റസൂലുള്ളാഹിന്റെ പേരക്കിടാനൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ദിക്റല്ലേ, മന്ത്രമല്ലേ. എന്നിട്ട് ഇപ്പൊ ഇതെങ്ങനെ കരഞ്ഞു വായു പറയാണ് മറുവിഭാഗത്തിനോട്, പറയൂ, കണ്ണേറിന് നിഷേധിക്കുന്നവരെ ഇതൊക്കെ ശിർക്കാണോ? പറട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ അതിൽ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, ദുഷ്ടജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, വിഷജീവികളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, ആക്ഷേപകാരിയായ കണ്ണുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. പറയൂ, കണ്ണേറ് കൊണ്ട് എന്തെങ്കിലും ബാധിക്കുമെന്ന് പറഞ്ഞാൽ, അത് അള്ളാന്റെ വിധിപ്രകാരം അങ്ങനെ സംഭവിക്കുമെന്ന് വന്നാൽ അത് ശിർക്കാണെന്ന് പറയുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് പ്രചരിപ്പിച്ചുവോ? എന്താ ചോദ്യം? മൈക്ക് അങ്ങോട്ട് ചുരുക്കി, ഇങ്ങോട്ടല്ല. എന്തായിരുന്നത്? കണ്ണേറ് കൊണ്ട് ശിർക്ക് വരുമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ള മുശ്രിക്കായോ? ഇതൊക്കെ ഞങ്ങൾ എത്ര മുമ്പ് ചോദിക്കൊടുങ്ങിയതാ. ഞങ്ങൾ പണ്ട് ഞങ്ങൾ ഉസ്താദുമാരൊക്കെ നീട്ടിപ്പരത്തി ചോദിച്ചു. അപ്പൊ നിങ്ങൾ നീട്ടില്ലേ കളയാക്കിയെന്ന്. സുന്നികൾ ഇങ്ങനെ നീട്ടിപ്പരത്തി പറയാണ്. ഇപ്പൊ ഒരു നീടാനും തുടങ്ങി. അന്ന് നമ്മൾ ചോദിച്ചില്ലേ, കണ്ണേറ് കൊണ്ട് വല്ലതും ഫലിക്കുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ ഇത് ചെറുക്കാണെങ്കിൽ അത് ഉദ്ധരിച്ച് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് മുശ്രിക്കാണോ? അന്ന് നമ്മൾ ചോദിച്ചപ്പോ അവരെന്തേ മറുപടി പറഞ്ഞ്, നിങ്ങൾ ഹോജാക്കളെ കിതാബൊന്നും ഞങ്ങൾ കേൾക്കണ്ട, ഇപ്പൊ കേട്ടോ. അതേ മറുപടി തന്നെയാണ് മുജാഹിദിനും പറയാനുള്ളത്. പറയട്ടെ. അത് ഉദ്ധരിച്ച ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ കിതാബിൽ ശിർക്ക് പ്രചരിപ്പിച്ചുവോ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയെത്ര മന്ത്രങ്ങൾ നടത്തി. ഇപ്പൊ കേട്ടാത്തൊന്നും നബി വെറും മന്ത്രേ നടത്തിയിട്ടുള്ളൂ. ഇപ്പൊ മുജാഹിദിന് മന്ത്രേ ചർച്ചുള്ളൂ. ഇപ്പൊ എവിടെ നോക്കിയാലും ഊത്തേ ഉള്ളൂ. എന്നിട്ട് ഇവരപ്പൊ നമ്മളെ നാട്ടിൽ നിന്നിട്ട് ഈ മൂലേരപ്പാപ്പൊക്കെ ജീവിച്ച ഈ നാട്ടിൽ നിന്നിട്ട് ഫിത്ന ഉണ്ടാക്കുന്നത്. എന്ത് അർഹത ഇവർക്കുള്ളത്? അതിനിടക്ക് സംഘാടകർ ഒരു 3 കസാര കൊടുക്കുന്നില്ല. 3 കസാര, അതിൽ വേറെ ആരും ഇരിക്കരുത്. അത് മുജാഹിദ് ദേവാ സമിതിക്കുള്ളതാണ്. നീ വേറെ ഏത് മുജാഹിദിനും കുഴപ്പമില്ല കേട്ടോ. ജിന്നൂരിയോ ഇൻസൂരിയോ മടവൂരിയോ ഏത് ഐറ്റം ആയാലും കുഴപ്പമില്ല. ഏത് മുജാഹിദിനും വരാം. മുജാഹിദിന് മാത്രം ചോദിക്കാനുള്ള അവസരമാണ്. നമ്മുടെ പ്രവർത്തകന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പള്ളിയിൽ ഉസ്താദുമായിട്ടോ നേരത്തെ ഞങ്ങൾ അറിഞ്ഞവർക്ക് അവരുമായിട്ട് സംസാരിച്ചോളൂ. നമ്മളിപ്പോ വേദി ഒരുക്കിയിരിക്കുന്നത് തെറ്റിദ്ധരിച്ചു പോയ ആ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതാണ്. അവർ വന്നാൽ അവർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കും. അവർക്ക് എപ്പോഴും കയറി വരാം. അവർ വന്നാൽ അവർക്ക് ചോദിക്കണം തോന്നിയ അപ്പൊ തന്നെ നമ്മൾ പരിപാടി നിർത്തും. എന്റെ വിശദീകരണം ഒന്നും കിട്ടൂല. അല്ല, വരാൻ വേണ്ടി നമ്മൾ കാത്തിക്കുന്ന ഏർപ്പാടില്ല. കസാരങ്ങളെ കാത്തിരിക്കും. നിങ്ങൾ വന്നിരുന്നാൽ, അല്ലെങ്കിൽ നമ്മളെ പുറത്തുമാർ ഇരിക്കരുത്. അവർ വന്നിരുന്നാൽ ഉടൻ വിശദീകരണം നിർത്തും, ചോദിക്കാനുള്ള അവസരം കൊടുക്കും. ഇപ്പൊ എന്താ പറഞ്ഞത്? റസൂൽ എത്ര മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ മുജാഹിദിന്റെ വേദിയിലാകെ മന്ത്രമുള്ളൂ. സുബ്ഹാന ജല്ല ജലാലും നമ്മളെക്കാൾ ഊതാൻ തുടങ്ങിയവർ. ഒരു മുജാഹിദ് മൗലവി പറഞ്ഞെന്തറിയോ?
നന്നായിട്ട് ഊതണം എന്നാണ്. ജിന്നൊക്കെ ഇറങ്ങിപ്പോണെങ്കിൽ ശൈത്താന്റെ ബാധൊക്കെ മനുഷ്യന്റെ ശരീരത്തിൽ ഇറങ്ങിപ്പോണെങ്കിൽ നന്നായിട്ട് ഊതണം. എത്രത്തോളം അയാൾ പറഞ്ഞെന്തറിയോ? ആണുങ്ങളാണെങ്കിൽ തലയിൽ കൈവച്ച് ഊതുക. പെണ്ണാണ് അത് പോരാന്ന് മുമ്പ് പറയുന്നത്. പെണ്ണുങ്ങൾ ഊതുമ്പോ മുമ്പ് പറഞ്ഞു പൈപ്പ് എടുത്തിട്ട് പൈപ്പ് കൂടി ഊതണമെന്നാണ്. ആര്? മുജാഹിദ്. ഏത് മുജാഹിദ്? ഇവിടൊക്കെ നടക്കണം മുജാഹിദ്. ആ പൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് PVC പൈപ്പ് ഒന്നും എടുക്കാൻ പോവുകയും ചെയ്യരുത്. എന്താ PVC പൈപ്പ് എടുത്താന്ന കുഴപ്പം? അതല്ല, മുന്തിയ നല്ല ഐറ്റം പൈപ്പ് ആണല്ലോ. അതിന് അദ്ദേഹം പറഞ്ഞു PVC പൈപ്പ് ആകുമ്പോൾ അതിങ്ങനെ നല്ല ഉറപ്പുള്ളതായിരിക്കുമല്ലോ. നമ്മൾ ഊതുന്ന സമയത്ത് സ്ത്രീകൾ ഇങ്ങനെ കൈകാലിട്ടടിക്കും. അപ്പൊ കൈ വന്നിട്ട് പൈപ്പിലടിക്കും. പൈപ്പ് വന്നിട്ട് ഊതുന്നവന്റെ മൂക്കിൽ തട്ടും. ആ മൂക്ക് കേടുവരും. അപ്പൊ എന്താ ചെയ്യാ? അതിന് മാർഗം മുജാഹിദ് പണ്ഡിതൻ പറഞ്ഞിരുന്നു. അതിന് മാർഗം പൈപ്പിന് പകരം കടലാസ് ചുരുട്ടി പിടിച്ച് പൈപ്പ് പോലെ പിടിക്കുക. എന്നിട്ട് കടലാസ് കൂടി ഊതുക. അപ്പൊ അഥവാ ഒരു സ്ത്രീയുടെ കൈ പൈപ്പ് തട്ടിയ തന്നെ കടലാസല്ലേ അത് ചുരുണ്ടോളും. ഊന്നുന്നോന്റെ മൂക്കിനൊന്നും പറ്റൂല. എങ്ങനെയുണ്ട് മന്ത്രം? കേട്ടോളി. തലയിൽ വെച്ചിട്ട് വലത് ചെവിയിൽ ഊതുക. സ്ത്രീ ആണെങ്കിൽ എന്തെങ്കിലും നീളമുള്ള ട്യൂബ് പോലെ കടലാസൊന്നും കൊണ്ടിട്ട്, കടലാസിന് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ PVC പൈപ്പൊന്നും ഉപയോഗിച്ചു. കാരണം ചിലപ്പോൾ ആൾ പെട്ടെന്ന് ഒറ്റ ഞെട്ടൽ ചിലപ്പോൾ മോപ്പാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് കടലാസാകുമ്പോൾ കടലാസിന് ചുളുങ്ങിക്കൊള്ളുമല്ലോ. അങ്ങനെ ഓടുമ്പോൾ പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ കാണും. അവർക്ക് അങ്ങനെ ഇളക്കങ്ങൾ അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഊതുമ്പോഴേ ആരായി പറയണത്? ഇക്കാലം വരെ ഊത്തിനെ കളിയാക്കിയവർ. മന്ത്രി ചൂതിയന്റെ പേരിൽ പാണക്കാട്ടെ തങ്ങന്മാരെപ്പോലും മോശമായി ചിത്രീകരിച്ചവർ. പാണക്കാട്ടെ തങ്ങളെ കുറിച്ച് മൗലവി പ്രസംഗിച്ചെന്താ? പാണക്കാട്ടെ തങ്ങൾ തങ്ങളല്ല നടന്നത്. ഞാൻ എന്താ പ്രശ്നം? പാണക്കാട്ടെ തങ്ങൾ മന്ത്രിച്ചൂതിനാളാണ് എന്ന് പ്രസംഗിച്ചിട്ടില്ലേ ഇവർ? ഞാൻ സമയമില്ലാത്ത ക്ലിപ്പുകൾ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വരട്ടില്ലാന്ന് അപ്പം കൽപ്പിച്ചൊരു സാധനം കയ്യിലുണ്ട്. പാണക്കാട്ടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെപ്പോലും എത്ര രൂക്ഷമായിട്ടാണ് ഇവർ വിമർശിച്ചത്. മഹാദല്ലാ, ഉമ്മമാരെ ഒരാളെയും വേദനിപ്പിക്കാതെ എല്ലാവരോടും പുഞ്ചിരിയോടുകൂടി മാത്രം പ്രതികരിച്ച പാണക്കാട്ടെ പൂമത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഇവർ ഗൾഫിൽ ഒരു CD പോലും ഇറക്കി അറബിയിൽ. എന്തിനാ ഗൾഫിൽ കൊണ്ടുപോയി അറബിയിൽ CD ഇറക്കിയത്? ഗൾഫിലെ മലയാളികൾക്ക് വിതരണം ചെയ്യാനല്ല. മലയാളികൾ അറബികളല്ലല്ലോ. ഗൾഫിലെ അറബികൾക്കിടയിൽ പാണക്കാട്ടെ കുടുംബത്തിനെ കുറിച്ച് വല്ലാത്ത മതിപ്പാണ്. അറബികൾക്ക് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് വല്ലാത്ത ബഹുമാനമാണ്. കണ്ടില്ലേ പാണക്കാട്ടെ തങ്ങൾ വഫാത്തായപ്പോ എത്ര അറബികളാ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത്, എത്ര പേരാ പൊട്ടിക്കരഞ്ഞു പോയത്. പാണക്കാട്ടെ തങ്ങൾ അനുശോചന യോഗം മലപ്പുറത്ത് നടക്കുമ്പോ ബഹ്റൈനിൽ MP വന്നില്ലേ? ബഹ്റൈൻ പാർലമെന്റിലെ അംഗം ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ? പാണക്കാട്ട് പൂമത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിന്റെ മാത്രം നേതാവല്ല, അങ്ങകലെ ബഹ്റൈനിൽ ഞങ്ങൾ പോലും ആദരിക്കുന്ന മഹാനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു അവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിനും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ആ മഹാനെ കുറിച്ച് പോലെ ഇവര് CD ഇറക്കി ഗൾഫിൽ വിതരണം ചെയ്തു. തങ്ങളെ വീട്ടിൽ ആളുകൾ വരുന്നതും മന്ത്രിച്ചു എന്നിട്ടൊക്കെ പറഞ്ഞു. കേരളത്തിൽ ഷിർക്കൊക്കെ നടക്കുന്ന ഇയാളുടെ നേതൃത്വത്തിലാണ്. ആരെ നേതൃത്വത്തിൽ? പാണക്കാട്ടെ തങ്ങളുടെ നേതൃത്വത്തിൽ. മഹാദല്ലാ, എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ആൾക്കാർ പൂത്തുടങ്ങി. അത് പറഞ്ഞ ആളുകൾ, അത് പ്രചരിപ്പിച്ച ആളുകൾ, അതിന്റെ പേരിൽ കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ ആക്കം കുട്ടിയവർ അവർ ഊത്തുടങ്ങി. ഊത്തൊന്നല്ല, പൊപ്പ ഇറക്കൽ തുടങ്ങി. ജിന്നിനിങ്ങനെ ഇറക്കാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, കണ്ണേറിനെ പോലും കളിയാക്കിയ സക്കരിയ സലാഹി അടുത്തൊരു കുട്ടിനെ ഇറക്കിയില്ലേ? ജിന്നിറക്കി. വേറെ കൂട്ടത്തിൽപ്പെട്ടൊരു കുട്ടിക്ക് ജിന്ന് ബാധ കൂടി, ഷെയ്ത്താൻ കൂടി വെക്കുമ്പോൾ ഇറക്കിയിട്ട് ഇറങ്ങണില്ല. അങ്ങനെ കുറെ മുഹമ്മദ് ഹസനടുത്തും മറ്റും കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിൽ മാറിയില്ല. അങ്ങനെ ഇവരെ കൂട്ടത്തിൽ ഒരു അറിയപ്പെട്ട പ്രഭാഷകന്റെ മുജാഹിദ് ബാലുശ്ശേരി, അയാളും കുറെ ഇറക്കി നോക്കി, ജില്ല ഇറങ്ങണില്ല. ആ ബാലുശ്ശേരി പിന്നെ സക്കരിയ സലാഹി കുറിച്ചിട്ട് പറഞ്ഞു, സലാഹി ഇങ്ങനൊരു വിഷയം ഉണ്ടല്ലോ. നജിന് പറഞ്ഞേക്കും, ഞാനും നോക്കട്ടെ. താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിക്ക് പറഞ്ഞേക്കുമ്പോൾ ഈ കുട്ടനെ അങ്ങോട്ട് ഉണ്ടാച്ചു. അങ്ങനെ ഇയാൾ ചികിത്സിച്ചു. അപ്പോഴും പൂർണ്ണമായില്ല. അവസാനം മെഡിക്കൽ കോളേജിൽ പറഞ്ഞയച്ചു. ഏതാ മെഡിക്കൽ കോളേജ്? മുജാഹിദിന്റെ ചികിത്സാ രംഗത്തുള്ള മെഡിക്കൽ കോളേജ് പാണ്ടിക്കാടാണ്. പാണക്കാടല്ല, പാണ്ടിക്കാട്. പാണ്ടിക്കാട് ഇവർക്കൊരു നേതാവുണ്ട്, ഇഫ്ലുർ റഹ്മാൻ. അയാൾ നന്നായിട്ട് ഊതുന്ന ആളാണ്. നമ്മളാരും അങ്ങോട്ട് പോകാൻ നിൽക്കണം കേട്ടോ. നമ്മൾ പാണക്കാട്ടേക്ക് പോയാൽ മതി. ഇയാളത്തേക്ക് പറഞ്ഞയച്ചു. അത് കേരളത്തിൽ വൻ വിവാദം സൃഷ്ടിച്ചു. മുജാഹിദുകൾക്ക് തലയുയർത്തി നടക്കാൻ കഴിയാത്തൊരവസ്ഥയായി.
അപ്പൊ സക്കരിയ സലാഹി പ്രസംഗിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് ഇടങ്ങാറായാലും നിങ്ങൾ എന്ത് പണിയാ കാട്ടിയത്? അപ്പൊ സക്കരിയ സലാഹി അവിടെ ഇരിക്കാൻ പറഞ്ഞുതരാം, എന്താ ഉണ്ടായെന്ന് പറഞ്ഞുതരാ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോളൂ. നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അത് ഷാർജയിലേക്കല്ല, എവിടത്തേക്കാണോ ഒരാൾ പോയി നോക്കി പറയാനടുത്തേക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ തന്നെ ഫറൂഖിനുള്ള ഈ മാനസികമായി ചികിത്സിക്കുന്ന ആളാണ്. അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ ഇവിടുന്നല്ലേ ഇന്ന് എന്തൊക്കെ ചോദിച്ചിട്ട് അപ്പൊ പിന്നെ ആള് വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു, പിന്നെ വയറിനൊക്കെ മാറി. ഇത് മാറിയില്ല. ഏത് മാറിയില്ല? തേൻ കുടിച്ചോണ്ടോ ജിന്ന് പോണു, വയറുവേദന മാറി. ശരിയാണ്, ജിന്ന് ബാധ മാറൂല. എന്നിട്ടോ അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്റെ കേസിന്റെ CD എടുത്തിട്ട് ഇതിങ്ങൾ കേട്ടോളി പറഞ്ഞു. ഇത് കേട്ടാൻ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലിട്ട് പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോ എന്താണ് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നത് ഇങ്ങനെ ഒന്നത്. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന് ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റുമൊക്കെ കേസറ്റിലാക്കിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളൂ. ഞാൻ ഗൾഫ് പോയപ്പോ കൊണ്ടുവന്നാണ്. എന്താ പറഞ്ഞത്? കേട്ടിട്ട് ശൈത്താൻ കൂടിയതാണ് മനസ്സിലാകണത്. അതിന് ചികിത്സ കേരളത്തിൽ ഇപ്പോൾ ലഭ്യമല്ല, വിദേശ രാജ്യത്ത് വ്യാപകമായിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ പോയപ്പോൾ കൊണ്ടുവന്നാണ്. അതിന്റെ പേര് റുഖിയ ശർഇയ്യ എന്നാണ്. പേരെ കേട്ട ആൾക്കാർക്ക് ഇതെന്തോ ഒരു പുതിയ സാധനമാണ്. എന്താ റുഖിയ എന്നാല്? മന്ത്രം. അവർ മന്ത്രം പറഞ്ഞ ആൾക്കാരായിരിക്കൂലേ, നിങ്ങൾ ഇക്കാലം വരെ മന്ത്രം വേണ്ട പ്രസംഗിച്ചിട്ട് ഇപ്പൊ നിങ്ങളെ മന്ത്രം തുടങ്ങിയില്ലേ? മുജാഹിദ് ദൈവാ സമിതി കുടുങ്ങൂലോ. അപ്പൊ എന്ത് പേരിട്ടു? റുഖിയ ശർഇയ്യാണ് അതിന്റെ പേര്. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. കേരളത്തിലെ ചികിത്സ ഇപ്പല്ല. ഇവിടെ അതിനെ പറ്റി ഒന്നുമില്ല. അതിനെ മുപ്പര് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. നിങ്ങളെ കുട്ടനെ പറഞ്ഞയച്ചാൽ ഞാൻ ചികിത്സിച്ച് പറഞ്ഞയച്ചരാ. അങ്ങനെ ജിന്ന് ബാധയേറ്റ ഈ കുട്ടി കൊണ്ട് വരികയാണ്. ജിന്ന് ബാധയേറ്റ കുട്ടി കൊണ്ട് വരിക ചികിത്സിക്കാൻ വേണ്ടി. അപ്പൊ സക്കരിയാക്കൊരു പേടി, ഞാൻ ഷൈത്താൻ ഇറക്കാൻ പുറപ്പെടാണല്ലോ. ഈ ഇറങ്ങണ ഷൈത്താൻ ഇപ്പൊ എന്താകാ? എന്റെ മേത്ത് കണ്ട് കയറിയാലോ? അതൊരു പ്രശ്നം തന്നെയാണല്ലോ. ഇറക്കി വിട്ട ചെയ്താൽ പോണല്ലോ, പോകാതെ ഇങ്ങോട്ടൊന്ന് കയറിയാലോ? സക്കരിയ സലാഹിക്കൊരു പേടി. അപ്പൊ സക്കരിയ വേഗം പറയണേ, ഞാൻ വേഗം വിട്ട് ഒതുണ്ടാക്കി, ഞാൻ അങ്ങനെ ആയത്തെ കുറിച്ച് ഓതി, ഞാൻ ആ ഇറങ്ങണ ശേഷം എന്റെ മേത്ത് കയറണ്ട കേട്ടോളൂ. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവനൊന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പിലേക്കകത്ത് സാധാ കാസറ്റാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തെ കുറിച്ച് ഒരു നിൽക്കരുത്. വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറേണ്ട എന്റെ മേത്ത് കയറണ പേടിച്ചിട്ട് ഞാനും ഒതുണ്ടാക്കി ആയത്തെ കുറിച്ച് നോദിക്കുക. കുറച്ചണ്ട് കഴിഞ്ഞപ്പോ ചെറുക്ക ഇളകാൻ തുടങ്ങിയില്ലേ? ജിന്നെ ബാധയേറ്റ കുട്ടീനെ ഇളകാൻ തുടങ്ങി. സക്കരിയ തരിച്ചില്ലേ? കേട്ടോളൂ നിങ്ങള്. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ ഇവന് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ്, എനിക്ക് നെഞ്ചിരിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയല്ലോ. സ്വാഭാവികമാണല്ലോ, ഫസ്റ്റ് ചികിത്സയിൽ ആർക്കും നെഞ്ചിരിപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും ഇവർക്ക്. ഞാൻ ആദ്യത്തെ ചികിത്സയല്ലേ, ഈ കുട്ടിയുടെ ഇളക്കൊക്കെ പാടൊക്കെ ഉണ്ട്. അപ്പൊ ഞാനാകെ ബേജാറായ, നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടി. കുറച്ചു കഴിഞ്ഞപ്പോ പുടുത്തം മുട്ട കുട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒന്നും നിൽക്കുന്നില്ല. ഞാനിങ്ങനെ ഉഹുർജത് വല്ല പോഷയിത്താരെ ജിന്നെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ജിന്നെ ഇറങ്ങണില്ല. അല്ലെങ്കിൽ പാണക്കാട്ടെ തെങ്ങന്മാരൊക്കെ പറഞ്ഞിട്ട് ഇവര് പറഞ്ഞിട്ടുണ്ടോ ജിന്ന് പോണു? പാണക്കാട്ടെ തെങ്ങന്മാർ പറയണ്ട, ജിന്ന് ബാധയേറ്റൊരു കുട്ടിയെന്ന് കൊണ്ടുപോയാൽ പാണക്കാട്ടെ തെങ്ങ നോക്കിയാൽ മതി, ജിന്ന് ഇറങ്ങിപ്പോകും. അത് കണ്ടിട്ട് ഇവര് ഒലക്കെടുത്ത് പിന്നാലെ കൂടി ജിന്ന് പോകുമോ? ഞാൻ കുറെ പറഞ്ഞു നോക്കി, ജിന്ന് പോണില്ല. എന്നിട്ടോ ഒന്നും നിൽക്കുന്നില്ല. അതിപ്പം ചാടി എണീറ്റ് പാടിന്റെ ടേപ്പിക്കാർ അപ്പുറത്തേക്ക് പറഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ കണ്ടങ്ങള് സക്കരിയാക്ക് ഒരൊറ്റ ഊത്തിരി 50,000 രൂപ നഷ്ടം സംഭവിച്ച്. ലാപ്ടോപ്പ് ഡിംപ്പുറത്തേക്ക്, ടേപ്പ് റെക്കോർഡ് അപ്പുറത്തേക്ക്, ഒരു ഹെഡ്സെറ്റിന്റെ അതും പോയി കിട്ടി. ഒക്കെ പോയി 50,000 രൂപ നഷ്ടം. നമുക്കൊക്കെ ഊതി കൊടുത്ത തെൽക്കാശത്തും കാതിലും കിട്ടും. ഇവർക്ക് 50,000 രൂപ നഷ്ടം സംഭവിച്ചു. വൈക്കാത്ത പണിക്ക് നിൽക്കേണ്ടിരുന്നില്ലല്ലോ. ഏതായാലും ഊത്ത് ഇപ്പോൾ വളരെ ആക്റ്റീവായി നടക്കുന്നു. ജിന്ന് ഇറക്കൽ സജീവമായി നടക്കുന്നു. ഇറക്കാൻ പല മാർഗം സ്വീകരിക്കുന്നു. അടിക്കൽ മാത്രമല്ല, ചവിട്ടലും മുജാഹിദ് വിസ്താരത്തിൽ പ്രകൃതിയാണ്. അടിച്ച പോകാത്ത ജിന്ന് ചവിട്ടി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ മുജാഹിദ്.
എന്നിട്ട് ഓലപ്പം ഇവിടെ എന്നിട്ട് നമ്മളെ കുറ്റം പറയാൻ നിൽക്കുന്നത് എന്ത് പറ്റിപ്പോയി നിൽക്കുക? ഇത് പറയുമ്പോൾ മുജാഹിദിലെ വേറെ ഒന്ന് രണ്ടാൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, ഓരോ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകല്ല, ഞങ്ങൾക്ക് ഊത്തൊന്നുമില്ല, അത് പറയണ്ട, നിങ്ങൾ അതിലേറെ ഊതുന്നവരാ. പക്ഷെ വ്യത്യാസമുണ്ട്. ഇവർ മറഞ്ഞു പോയോ, ഇവർ പരസ്യമായിട്ട് ഓതുന്നോ, നിങ്ങൾ മറഞ്ഞു ഓതുന്നു, ഒത്തിരി വ്യത്യാസമുണ്ടോ? സക്കരിയ സലാഹി ഊത്തൂതിയപ്പോ നാട്ടിലൊക്കെ ചർച്ചയായപ്പോ മുജാഹിദിലെ മറിബാൻ കളിയാക്കാൻ തുടങ്ങി. ഇപ്പൊ കണ്ടോ സക്കരിയ ഊതാൻ തുടങ്ങിയില്ല. അപ്പൊ സക്കരിയ അത് പറയണ്ട, ഞാൻ മാത്രമല്ല നിങ്ങളൊക്കെ ഊതുന്നവരങ്ങനെ, എല്ലാരും ഊതുന്നു. നോക്കുമ്പോ മുജാഹിദിൽ എല്ലാവർക്കും ഇപ്പൊ പണി എന്താ? ഊത്തന്നെയാണ്. സക്കരിയ സലാഹി തന്റെ അനുഭവം പറയട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറുഗ്രൂപ്പിന്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി ഇതുപോലൊരു ജിന്നിറക്കിയൊരു സംഭവം അദ്ദേഹം പറയട്ടെ. ചിരിക്കണത് അവൻ ചോദിക്കാൻ പാടില്ല, ഇറങ്ങിപ്പോ എന്ന് മാത്രം പറയാ. അങ്ങനെ ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി ഇറക്കി. ജില്ലാ സെക്രട്ടറിയാണ് കണ്ണൂർ ജില്ലന്റെ. 52 57 കണ്ണൂർ ജില്ല. നമുക്ക് 5 വോട്ടിനെ നമുക്ക് പോയത്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ പറയണത്, മുജാഹിദിന്റെ തെരഞ്ഞെടുപ്പായി പറയണത്. 5 വോട്ടിന് ഈ ഗ്രൂപ്പ് തോറ്റു. അതെന്താ ഉണ്ടായത്? അവസാന റൗണ്ടിൽ ജിന്നുണ്ട് പറഞ്ഞിട്ട് വോട്ട് ചെയ്തു. എമ്മാര് കാലഘട്ടം ആലോചിച്ചു. ജിന്ന് വോട്ട് ചെയ്യുക, ജിന്നുകൊണ്ട് വോട്ട് പിടിക്കുക. കളിയെന്നറിയോ? അവസാന റൗണ്ടിൽ ജിന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിൽ അവസാന റൗണ്ടിൽ പുതിയൊരു തെരഞ്ഞെടുപ്പ് വരിക. മുജാഹിദ് അവസാന റൗണ്ടിൽ ഇപ്പൊ ജിന്നുകൊണ്ട് ഇറങ്ങുക. ഒരു കാലത്ത് ജിന്നിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ വരെ ജിന്നുകൊണ്ട് ഇറങ്ങണത്. എന്നിട്ടോ അപ്പൊ കുറെ വിവരമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവുമല്ലോ. കാരണം ഇവരെ വിശദീകരണം മാത്രം, ഏകപക്ഷീയ വിശദീകരണം മാത്രം കേട്ടല്ലേ ഇപ്പോഴല്ലേ നമ്മൾ വിശദീകരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ആൾക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ പറഞ്ഞിട്ട് സക്കരിയാസലായി ജിന്നിറക്കുന്നുണ്ട്, തലശ്ശേരി ജിന്നിറക്കുന്ന കേന്ദ്രമുണ്ട്, TP സലീം ജിന്നിറക്കുന്ന ആളാണ്, അടിച്ചെടുക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞ് ഇവരില്ലാത്ത കുറെ മുജാഹിദീങ്ങളെ പൊട്ടിയിട്ട് 5 വോട്ടിന്റെ തൽക്കാലം രക്ഷപ്പെട്ടു. ജില്ലാ സെക്രട്ടറിയായി. ഇവര് പ്രധാന ആളാ. പക്ഷെ ഇയാൾ 2010 ഹജ്ജിന് പോയപ്പോ കൂടെ ഉള്ളൊരു കൊമ്പർനോക്ക് എങ്ങനെ ഉണ്ടായി? നേരത്തെ സക്കരിയാസലായിന്റെ കൂടെ ഉണ്ടായിരുന്ന യുവാവിനൊക്കെണ്ടായതുപോലെ മറുഗ്രൂപ്പിന്റെ നേതാവ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടിക്ക് മക്കത്ത് പോയപ്പോ കൂടുള്ള പെമ്പർ നോക്കുണ്ടായി എന്ന് പറഞ്ഞാൽ ജിന്ന് ബാധ ഉണ്ടായി. എന്നിട്ടോ അപ്പൊ ഇയാൾക്ക് വഹിയുണ്ടാവും. അല്ല, വഹിയില്ലെങ്കിൽ അറിയില്ലല്ലോ. ഇസ്ഹാഖ് അലിക്ക് മക്കത്തായതുകൊണ്ട് പ്രത്യേക വഹി ഉണ്ടായിക്കാണ്. എന്നിട്ട് ദാറുൽ ഹബീബ് എന്ന മക്ക ഇസ്ലാമിന്റെ പുറത്ത് കൗണ്ടറിന് അവിടെ എങ്ങനെ പെണ്ണിച്ച് ഇറങ്ങിപ്പോ എന്താ പരിപാടി? നമ്മളൊക്കെ ഹജ്ജിന് പോയിട്ട് ഉംറക്ക് പോയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക അല്ലേ? ഈ തൽബിയത്ത് ചൊല്ലി നടക്കുക നമുക്ക് പണി. ഇവർക്ക് എന്താ പണി? ഇറങ്ങിപ്പോ എന്തിറക്ക? ജിന്നിറക്ക. നാണല്ലേ കൂട്ടരെ ഇങ്ങക്ക്? നിങ്ങളാണോ ഞങ്ങൾക്ക് ഇപ്പൊ തൗഹീദ് പറഞ്ഞു തരാൻ വരുന്നത്? നിങ്ങളപ്പോ ഞങ്ങൾക്ക് മന്ത്രം പഠിപ്പിച്ചു തരാൻ വരുന്നത്? അറമ്മിലിട്ടിട്ട് പെണ്ണിന് ഇറങ്ങിപ്പോ, അറമ്മിലിറങ്ങിപ്പോണല്ല, ജിന്നിറങ്ങിപ്പോ. അവിടെ പോയിട്ടൊരു ജിന്നിറക്കപ്പോ പണി പറട്ടെ സക്കരിയ. എത്ര സ്ഥലത്ത് ഞാൻ പറഞ്ഞു എന്താ ആൾക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുക്കാത്ത നിങ്ങള്? ഷോക്കോസ് നോട്ടീസ് കൊടുക്കാം. ഇനിയിപ്പോ അനസുമോലിക്കും കൊടുക്കണം. കാരണം ഇയാൾക്ക് ഇനിയിപ്പോ ഇനി പലവരെയും പറയാൻ പോകുന്നുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ ഇതൊക്കെ പറയാതിരിക്കുകയാണ്. വേണ്ടി വന്നാൽ ഞാൻ പറയുന്ന മൂപ്പര് പറഞ്ഞു. വളരെ വലിയ നേതാക്കന്മാര്, ജില്ലാ നേതാക്കന്മാര്, സംസ്ഥാന നേതാക്കന്മാർക്ക് മൂപ്പരത്തെ ചികിത്സക്ക് പോയിട്ടുണ്ട്. ആര്? വലിയ വലിയ നേതാക്കന്മാര്, ജില്ലാ നേതാക്കന്മാര്, സംസ്ഥാന നേതാക്കന്മാരൊക്കെ ചികിത്സിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ വ്യത്യാസം ഉണ്ട്. എന്താ? തലയിൽ മുണ്ടിട്ട് പോകും, ഇപ്പുറത്തൊന്നാലോ ഖുറാഫാത്തം പ്രസംഗിക്കും ചെയ്യും. അങ്ങനല്ലേ? തലയിൽ മുണ്ടിട്ട് പോവുക, ഇപ്പുറത്ത് വന്നിട്ട് ഖുറാഫാത്തെന്ന് പറയും ചെയ്യാം. എന്തിനാണ് ഈ തട്ടിപ്പ്? കണ്ടങ്ങള് സ്റ്റേജിൽ കയറിയിട്ട് പറയും ഇതൊക്കെ ശിർക്കാണ്. രാത്രി ഇവർക്ക് എന്താ പണി? വണ്ടിയിൽ എണ്ണടിച്ച് പോവുക ചികിത്സിക്കാൻ. എന്തിനാണ് ചെറുപ്പക്കാരായ ഇരട്ടത്താപ്പ്? എന്തിനാണ് ഈ കാപട്യം? എന്തിനാണ് നിഫാഖ്? അള്ളാന്റെ ദീനല്ലേ, വിശുദ്ധ ഇസ്ലാമല്ലേ? എന്തിനാണ് ഈ തട്ടിപ്പും തരികിടയുമായി നടക്കുന്നത്? അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തോട് വിട പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരെ പെട്ടുപോകണ്ട, ഉമ്മമാരെ പെട്ടുപോകണ്ട, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പെട്ടുപോകണ്ട. അള്ളാഹുവിന്റെ ദീനാണിത്. ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, താളത്തിനനുസരിച്ച്
അതനുസരിച്ച് ഇന്നൊന്ന്, നാളെ വേറൊന്ന്, മറ്റൊന്ന് രണ്ടുമല്ലാത്ത മറ്റൊന്നെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റേണ്ട മതമല്ല ഇത്, മാറേണ്ട ദീനല്ല ഇത്. ചെറുപ്പക്കാരാ, പെട്ടുപോകണ്ട. അല്ലറ ചില്ലറ ലാഭങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി കടങ്ങളെ കൊണ്ട് കട്ടപ്പെടും. ഒരു പക്ഷേ ഇവർ നിങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞേക്കാ, നിന്റെ കടമൊക്കെ വീട്ടാതെ സാമ്പത്തിക സഹായം ഞാൻ തന്നുതരാ, നിന്റെ ബാങ്കിലെ കടം എഴുതി തള്ളാൻ സാമ്പത്തിക സഹായം തരാ, നിന്റെ വീട്ടിലേക്ക് അരി എത്തിച്ചു തരാ, ഇറച്ചി എത്തിച്ചു തരാ, ഇങ്ങനെ സാമ്പത്തിക സഹായങ്ങൾ തന്നേക്കാ, ഓടിക്കാൻ ഓട്ടോറിക്ഷ വാങ്ങി തന്നേക്കാ, ഗൾഫിലേക്ക് പോകാൻ വിസ എടുത്തു തന്നേക്കാ. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ, ഇത് അല്ലാഹുവിന്റെ ദീനാ, അല്ലാഹുവിന്റെ ദീനാ. ഈ ദീന് വികൃതമാക്കുമ്പോ, ഈ ദീനിൽ വൈകല്യങ്ങൾ കൊണ്ടുവരുമ്പോ, പൂർവികരെ ആക്ഷേപിക്കുമ്പോ, പൂർവികരെ കുറ്റപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ പെട്ടുപോയാൽ, പുസ്തകസ്ഥാനത്തിൽ പെട്ടുപോയാൽ റബ്ബവന്റെ ഇബാദത്ത് സ്വീകരിക്കില്ല. സ്ഥാനത്തിൽ പെട്ടുപോയാൽ അവന്റെ നിസ്കാരം റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ നോമ്പ് റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ ഹജ്ജ് റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ കർമ്മങ്ങളൊന്നും തന്നെ പഠിച്ച റബ്ബ് സ്വീകരിക്കില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവരവസ്ഥ എന്താ, എന്താണ് ഇവരവസ്ഥ? നിങ്ങൾ പഠിക്കേണ്ട. ഇപ്പത്തെ മുജാഹിദ് എന്താ? പഴയ മുജാഹിദ് എന്നല്ല, ഇപ്പത്തെ മുജാഹിദ് എന്താ? ഇബാദത്തിൽ അവരവസ്ഥ എന്താ? ഒന്നിനും താല്പര്യമല്ലോ. ഇപ്പൊ ഉള്ളുകൂടി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഓരോ മുജാഹിദും വിചാരിക്കണമെന്ന് അവരെ സംഘടനയ്ക്ക് ആളെ കൂട്ടുക, അല്ല ദീപളർത്തരല്ല. ഇബാദത്ത് താല്പര്യമില്ലല്ലോ. ഞാൻ പറയണ്ട, മുജാഹിദ് പണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ, സക്കരിയ സലാഹി പറഞ്ഞ കേട്ടോളൂ നിങ്ങൾ. മുജാഹിദിന്റെ ഇപ്പത്തെ അവസ്ഥ എന്താ? മുജാഹിദിന്റെ അവസ്ഥ എന്താ? കൈ കെട്ടുന്ന ജയിലും കോലം കണ്ടു മുജാഹിദിന്റെ. മുജാഹിദ് എങ്ങനെ കെട്ടല്? അള്ളാഹു അക്ബർ. ഡേഞ്ചറാണ് കൂട്ടരെ, ഡേഞ്ചറാണ് ഈ കെട്ട കെട്ടുക. അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അലാമത്താണ്, വലിയ അടയാളമാണ്, വലിയ സിമ്പലാണ് ഈ അടയാളം. എന്തിന്? അല്ലെങ്കിൽ നമ്മൾ ഇവരെ പിന്നാലെ പോയി തുറന്ന് സ്കരിക്കൂലേ? അപ്പൊ ഇവര് കെട്ടി തുടരണ്ട, ഇത് തുടരാൻ പറ്റിയ സാധനമല്ല. ഇതുപോലെ ട്രാൻസ്ഫോർമറിൽ കെട്ട് കാണാം, ടാങ്കർ ലോറിയുടെ ബേക്കിൽ കെട്ട് കാണാം. അപായം, തൊടാൻ പോണ്ട. ഈ കെട്ട് കെട്ടി തുടരാനും പോണ്ട, രണ്ടും അപകടം. പക്ഷെ ഇപ്പത്തെ മുജാഹിദില്ല. ഇങ്ങനെ കെട്ടി എന്താ കെട്ടിനൊക്കെ ചെയ്യലും കോലം. 35 കൊല്ലമായി മുജാഹിദിന്റെ പള്ളിക്ക് ഇമാമ നിൽക്കുന്ന ഒരാളെ കെട്ടിനെ കുറിച്ച് സക്കരിയ സലാഹി പറഞ്ഞോളി. ഈ നിസ്കരിക്കാനോ നിന്നാലോ 35 കൊല്ലമായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്നവരുടെ നിൽക്കാറ് നോക്കുന്നത് ഇങ്ങനെ മേപ്പിട്ട് നോക്കിയിട്ട് മൂല്യമൂത്രം കുടിച്ചാൽ ഇങ്ങനെ. ഇതുപോലെ ഞാൻ ഉദ്ധരിക്കണില്ല, അത് അയാളെന്നെ ഒന്നുകൂടി പറഞ്ഞോട്ടോ, ഒന്നുകൂടി മനസ്സിലാക്കാൻ. 35 കൊല്ലമായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്നവരുടെ നിൽക്കാറ് നോക്കുന്നത് ഇങ്ങനെ മേപ്പിട്ട് നോക്കിയിട്ട് മൂല്യമൂത്രം കുടിച്ചാൽ ഇങ്ങനെ. ഈ കൈ കെട്ടേണ്ട അവസ്ഥ എന്താ മുജാഹിദിന്റെ? ഒന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അവസ്ഥ? ലെവലായി നിന്നിട്ട് നട്ടല് നിവർത്തിട്ട് അല്പം കുലിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. കയ്യത്തിലില്ല, കയ്യത്തിന് വാദപ്പുടിയാൻ നടത്തിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് പള്ളിയെ പോയൊക്കെ ഇങ്ങനെ കെട്ടി എന്താ എത്ര ഗൗരവമുള്ള വിഷയം. അതിലൊന്നും ഇപ്പൊ താല്പര്യമില്ലേ? അല്ലാഹു അക്ബർ. പോന്ന് തീപിട്ടുണ്ട് പോരാണ്. അതിലൊന്നും ഇപ്പൊ മുജാഹിദ് താല്പര്യമില്ല. ഇനി നോക്കും നിങ്ങൾ, വെള്ളിയാഴ്ച ദിവസത്തെ പരിശുദ്ധമായ ഖുതുബ ഇത്ര ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണത്. സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച ദിവസം സാധാരണ ളുഹ്ർ നാല് നിസ്കരിക്കുമ്പോ വെള്ളിയാഴ്ച ദിവസം നമ്മൾ രണ്ടേ നിസ്കരിക്കുന്നുള്ളൂ. എന്തുകൊണ്ടല്ല? ഖുതുബത്തു തഖൂമു മഖാമ റക്അത്തൈനി എന്നല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ആ 2 റക്അത്തിന് സ്ഥാനത്തല്ലേ ഖുതുബ. കേട്ടകരെന്ന് പറയട്ടെ, ആ ഖുതുബയുടെ അവസ്ഥ എന്താ? ഖുതുബ ഗ്രൂപ്പ് പറയാനുള്ള ഒരു വേദിയായിട്ട് പറയും. ഈ അടുത്ത് ഇവരെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനായ മൗലവി എഴുതിയില്ലേ, മറുവിഭാഗം ഖുതുബോതുമ്പോ എന്നെ കുറിച്ച് നായ എന്നിവരെ ഖുതുബയിൽ പറഞ്ഞു. ആരെക്കുറിച്ച്? നായന്റെ മസല പഠിപ്പിച്ചെടുത്തല്ല, നായ തൊട്ട അതല്ല. മുജാഹിദ് ഗ്രൂപ്പ് മറു ഗ്രൂപ്പ് നേതാവിനെ കുറിച്ച് ഖുതുബയിൽ പറയുന്ന വാക്ക് നായ. എവിടേക്കെത്തിപ്പോയി മുസ്ലിമീങ്ങളെ? ഒരു നല്ലൊരു ഇബാദത്തിനല്ലേ ഈ രീതിയിൽ കളങ്കം വരുത്തിയിരിക്കുന്നത്, ഈ രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്? എന്തിനാണ് ചെറുപ്പക്കാരാ, എന്തിനാണ് ഉപ്പമാരെ ഈ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകുന്നത്? എത്ര പരിശുദ്ധമായൊരു ഇബാദത്താണത് അല്ലേ? അല്ലാഹു റസൂൽ എങ്ങനെയാ ഖുതുബ ഓതിയത്? അറബിയിൽ. സഹാബത്ത് എങ്ങനെ ഓതിയത്? അറബിയിൽ.
താബിയങ്ങൾ എങ്ങനെ അറബിയിൽ, തബൂ താബിയങ്ങൾ എങ്ങനെ അറബിയിൽ. 1921 കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നു. അവർ അന്ന് എങ്ങനെയോ ഓതി അറബിയിൽ. 30 അവർ പള്ളി ഉണ്ടാക്കി, എങ്ങനെയോ ഓതി അറബിയിൽ. 35 അവർ പള്ളി ഉണ്ടാക്കി, എങ്ങനെയോ ഓതി അറബിയിൽ. അന്നൊന്നും അവർക്ക് മലയാളത്തിലൊന്നും കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് ഖുതുബ അറബിയല്ലാതെ മറ്റൊരു ഭാഷയിൽ ഓതിയത് കൊച്ചിയിലെ മട്ടാഞ്ചേരി പള്ളിയിലാണ്. കൊച്ചിയിലെ മട്ടാഞ്ചേരി പള്ളി. അതുവരെ കേരള ചരിത്രത്തിൽ ഒരു പള്ളിയിലും അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല. ആര് പറയുന്നു? നമ്മളല്ല, ഇവരുടെ പുസ്തകങ്ങൾ പറയുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ ജന്മം നൽകിയ സാക്ഷാൽ കെ മൗലവി പറഞ്ഞത് വലാകിൻ ഹഉനാ ശൈഉൻ ആഖർ യൻബഗി ഇൽതിഫാതു ലഹു വഅന്നാ ലം നദ്ഖുരി കുതുബ മിനൽ കിതാബ്. കെ മൗലവി പറയുന്നു ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു വസ്തുതയുണ്ട്. അതെന്താ? നമ്മൾ ധാരാളം കിതാബ് നോക്കിയിട്ടുണ്ട്. കെ മൗലവി പറയാൻ ഞാൻ ഒരുപാട് കിതാബ് നോക്കി, പക്ഷേ ഒറ്റ കിതാബിനെ നമ്മൾ കണ്ടിട്ടില്ല. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഹാബത്തു വത്താബിഈന വത്താബിഈ താബിഈൻ ഹീനമാ യഖ്തുബൂന ഖുതുബത്തൽ മശ്റൂആ. നബിയോ സഹാബത്തോ താബിയങ്ങളോ തബൂ താബിയങ്ങളോ അവരുടെ പിൻഗാമികളോ അവരാരെങ്കിലും ഖുതുബ ഓതുന്ന സമയത്ത് അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുതുബ ഓതിയിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. അല്ലാഹു റസൂൽ അറബിയിൽ ഓതിയത്, സഹാബത്ത് അറബിയിൽ ഓതിയത്, താബിയങ്ങൾ അറബിയിൽ ഓതിയത്. കേരളത്തിൽ എത്ര പഴക്കമുള്ള പള്ളിയുണ്ട്? കാസർകോട്ടെ പള്ളി, കൊടുങ്ങല്ലൂർ പള്ളി, മാടായിപ്പള്ളി, മക്കത്തപ്പള്ളി, കൊപ്പിച്ച പള്ളി, മലനാട്ടിലെ പള്ളി, മാടായിപ്പള്ളി. ആ പള്ളികളൊന്നും ഇന്നേ വരെ അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടില്ല. മലബാറിലെ മക്ക എന്ന് പേരിൽ അറിയപ്പെടുന്ന മഖ്ദൂമിങ്ങളെ പള്ളിയില്, പൊന്നാനിപ്പള്ളി, ആ പള്ളിയിൽ ഇന്നേ വരെ അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടുണ്ടോ? ഇല്ല. അതിന് പുറമെ കെ മൗലവി പറയുന്നു അയിലൻ, അതിന് പുറമെ അന്നൽ അറബിയത ലുഗത്തുൽ ഇസ്ലാം, അറബി ഇസ്ലാമിന്റെ ഭാഷയാണ്, മുസ്ലിമിന്റെ ഭാഷയാണ് അറബി. എത്ര നല്ലൊരു ആശയമാണ് പറയുന്നത് കെ മൗലവി ആണെങ്കിൽ. കെ മൗലവി പറഞ്ഞു നോക്കൂ, നിങ്ങൾ അറബി ഇസ്ലാമിന്റെ ഭാഷയാണ്, അത് പഠിക്കലും പ്രചരിപ്പിക്കലും മുസ്ലിമിന്റെ ബാധ്യതയാണ്. വലി അജ്ലി അദ്ഹിൽ ഉസൂൽ നഖൂലു അന്നൽ ഖുതുബത അർകാനഹാ വതവാബിഹാ കുല്ലഹാ ബിൽ അറബിയ്യ. ഖുതുബ അതിന്റെ അർക്കാനുകളും അനുബന്ധങ്ങളും ഒക്കെ അറബി തന്നെയാണ് വേണ്ടത്. ആര് പറയാ? കെ മൗലവി. അപ്പൊ അത് പോയിട്ട് ഇപ്പൊ എന്തായി? മിനിഞ്ഞാന്ന് പേരാമ്പ്രയിൽ സ്വീകരണ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ജാഫർ മാസ്റ്റർ പ്രസംഗിച്ചു. അദ്ദേഹം പറയാണ് ഉപ്പളയിൽ മുജാഹിദിന്റെ പള്ളിയിലെ അവസ്ഥ പറയാം. അവിടെ മുജാഹിദ് സലഫി പള്ളിയിൽ 2 ഗ്രൂപ്പാണ്. അങ്ങനെ ഖുതുബന്റെ ദിവസം അടിയ ആര് ഖുതുബോധം പറഞ്ഞിട്ട് അങ്ങനെ ഖുതുബോധ്യ ഒരു ഗ്രൂപ്പ് ഓതിയ മറു ഗ്രൂപ്പിനെ കുറിച്ച് തെറിപ്രസംഗം ഉണ്ടാകാം. ഓത്തലല്ലോ, പ്രസംഗാണല്ലോ. മറു ഗ്രൂപ്പ് ഓതിയ ഇവരെ കുറിച്ച് പ്രസംഗത്തിൽ തെറി. നിങ്ങൾ അറിയണ 2 റക്അത്തിന്റെ സ്ഥാനത്ത് പറയുന്ന ചർച്ച എന്താണ്? ഈ തെറിപ്രസംഗം. അങ്ങനെ ഒരു വേള അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കർ എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതന് ഖുതുബ ഓതുമ്പോ മറിബാം പിടിച്ച് വലിച്ചിട്ടു, അടിച്ചു, പ്രശ്നമായി. അങ്ങനെ പോലീസ് ഇടപെട്ടു. പോലീസ് പറഞ്ഞു ഇനി മുതൽ ഈ പള്ളിയിൽ അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുതുബ ഓതാൻ പാടില്ല. പോലീസിന് മനസ്സിലായി ഇത് എങ്ങനെ ഓതേണ്ടതാണ്, അറബിയിലാണ്. ഇനി അറബിയിലാണെങ്കിൽ മറ്റാൾ പറഞ്ഞാൽ നായാന്ന് വിളിച്ചതിനാലും അറിയോ കല്ല് പോയിരുന്ന കാര്യം. വേണ്ടാത്ത വിളിക്കുന്നിട്ടല്ലേ. ഇപ്പൊ സക്കരിയ സലാഹിനെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ സക്കരിയ സലാഹി പറയും എന്താ നമ്മളെ പള്ളിയിലെ ഖുതുബന്റെ കഥ? ഓരോരുത്തർ തെങ്ങ് കയറാൻ വരും പോലെ ഖുതുബ ഓതാൻ വരികയാണ്. ഇതുപോലെ തെങ്ങ് കയറാൻ വരുന്ന പോലെ പറയട്ടെ സക്കരിയ സലാഹി. പക്ഷെ ഉറങ്ങാനായിട്ട് ചാരിയിരിക്കുന്ന ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞാണ്. അത് മാത്രമല്ല, ഖുതുബകളൊക്കെ ഒരു ചടങ്ങായി മാറിയത്. ഇപ്പൊ എന്താ നമ്മുടെ പള്ളിയോട് നടക്കുന്നത്? അറിവുള്ളവരൊക്കെ ഖുതുബിനെ നിറക്കിയിട്ട് ചെക്കന്മാരെ കഴിക്കാം, ജാമ്യയിൽ വരുന്ന ചെക്കന്മാരെ കഴിക്കാം, എന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയാം. ആളുകൾ ചോദിക്കാം, മുജാഹിദുകൾ അല്ലാത്ത ആളുകൾ ചോദിക്കാം, മിമ്പറക്കും ഖുതുബക്കൊക്കെ ഒരു ബലിന്നനെ ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്, അത് നിങ്ങളിപ്പോ തീരെ ഇല്ലാണ്ടാക്കിയോ? എന്ത് ആളുകൾക്കിടയിൽ ഖുതുബക്കും മിമ്പറക്കും ഒരു നിലയും ബലി ഉണ്ടായിരുന്നു. അത് കളഞ്ഞില്ലേ? ആര് കളഞ്ഞില്ലേ? മുജാഹിദ് കളഞ്ഞില്ലേ? ഏതൊരു ചെക്കന്മാരുടെ കയറി വരികയാണ്, കവറപ്രസംഗം നടത്തുന്ന കുട്ടികളൊക്കെ കയറി ഖുതുബോധാണേ. എന്നിട്ടോ ഒരുത്തം വരുന്നുണ്ടാവില്ല, തെങ്ങുമ കയറാൻ വരുന്ന വയ്യ വരിക. എങ്ങനെ കുത്തുപോകാൻ വരികയാണ് മുജാഹിദ് പണ്ഡിതന്മാര്. തെങ്ങുമ കയറാൻ വരുമ്പോഴാണ് വരിക.
വരിക, പാന്റൊക്കെ ഇൻസർട്ടാക്കി തിരികി ബെൽറ്റൊക്കെ കെട്ടിയാണ്ട് അവറത്തൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് വിവരമൊക്കെ കയറുക. മനസ്സിലായില്ലേ? ഇതാണോ ഒരു ഖതീബിന്റെ? ഇങ്ങനെയാണോ വരുന്നത്? ആരോടാ വയ്ക്കുന്നത്? നമ്മളോടല്ല, ഓരോടാ. എവിടേക്കെത്തിന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ എത്തിപ്പോയി ഇബാദത്തുകളൊക്കെ? എന്തിനാണ് നമ്മൾ ഇതിന്റെ പിന്നാലൊക്കെ പെട്ടുപോകുന്നത്? അതിനിടക്കിടക്ക് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സംഘടന ഉണ്ടല്ലേ, 3 കസേര ഒഴിഞ്ഞെടുക്കാണ്. ആരെങ്കിലും ഒന്ന് വരി, ആരെങ്കിലും ഒന്ന് വരി. മുജാഹിദിന്റെ ആരെങ്കിലും ആ പണ്ഡിത ചർച്ച അറിഞ്ഞില്ലേ? നിങ്ങളാ പറഞ്ഞ അർത്ഥം ഇപ്പൊ ഇവിടെ നടക്കണം. വേം വരി. ഇതിന് വ്യവസ്ഥ ആവശ്യമില്ല. ഇതിന് വ്യവസ്ഥയില്ല, എഗ്രിമെന്റിലാണ്. വന്നാൽ മതി. നിങ്ങൾക്ക് ചോദിക്കാം. വരി, നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ കാണുന്ന ആൾക്കാരൊക്കെ. ഇവിടെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് ചോദിക്കുന്നത് എന്ന് കേൾക്കാൻ, നിങ്ങളുടെ ചോദ്യങ്ങളൊന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നത്. ഉണ്ടെങ്കിൽ വരി, രൂരങ്ങളെ ഞങ്ങൾക്കറിയാലോ. നിങ്ങളെ നിങ്ങൾക്ക് വഹിക്കും. എന്ത് നാലാൾ കൊണ്ടെടുത്ത് വന്നിട്ട് അല്ല അല്ല എന്തല്ല അല്ല അല്ല അങ്ങനെ തുടങ്ങി. അല്ല അല്ലാരോട് തുടങ്ങും. നമ്മളിപ്പോ ചെയ്യുന്നതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തല്ല. ഓ, ഇവരാണ് പറയണകത്തൊന്നും ഇവര് ചെയ്യുന്നതൊക്കെ മുസ്ലിം നേരിട്ട് ചെയ്ത് ഇവരാണ് ചെയ്യാം. ഇവർക്ക് എന്ത് ചെയ്യണമെങ്കിലും ഒക്കെ റസൂലുള്ളാഹി ചെയ്താണ്. വെറുതെ പറയല്ലേ. നേരത്തെ തങ്ങളോട് സൂചിപ്പിച്ചില്ലേ? അല്ല ഈ മൗലൂദ്, ഈ മൗലൂദ് മങ്കൂസ് മൗലൂദ് അത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? ഈ മുഹിദ്ദിമാർ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? അവിടെ ചെങ്ങായി മുഹിദ്ദി ഷെയ്ഖ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? എന്നിട്ടല്ലേ മുഹിദ്ദി മാല? അതൊന്നുമില്ല. അങ്ങോട്ട് ചോദിക്കന്നെ. അപ്പൊ നമ്മളെ കൂടുതൽ സാധാരണക്കാരാണ്. ശരി കേട്ടോ, ഈ മുഹിദ്ദിമാർ റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അപ്പൊ ഞാൻ തോന്നാൻ പാടില്ല, എന്നാ ഓതാൻ പാടില്ല. അപ്പൊ ഞങ്ങളിപ്പം പോന്നു. എന്താ തരിക? ഒക്കെ നമ്മുടെ തരി, വേണ്ടതൊക്കെ തരാം. അങ്ങനെ ആളെ കൂട്ടില്ല. നിങ്ങൾ പറയുന്ന ആദർശത്തിൽ അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ, ആത്മാർത്ഥമെങ്കിൽ കയറുക. കസര അടക്കണം, ഒഴിഞ്ഞടക്കണം. അതാണ് ആദർശ ധീരത എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളെ ഒന്നും വേദനിപ്പിക്കൂല, ഒരു പോറൽ പോലും ഏൽക്കൂല. വണ്ടീസ് റെഡിയാ. ഇവിടെ എല്ലായിടത്തും വ്യത്യസ്തമായിട്ട് ഞാൻ ഇവിടെ കണ്ട ഗുണം എന്താ പറയുക? നല്ല പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ വോളണ്ടീസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങളെ വാപ്പാര സ്ഥാനത്തുള്ള ആൾക്കാരെ അവിടുത്തെ വോളണ്ടീസ്. നിങ്ങൾ വരി, നിങ്ങളൊക്കെ നന്നാകാൻ കാത്തിരിക്കുക. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ. അല്ല ഫിത്തന ഉണ്ടാക്കല്ല. ഞാൻ നാളെ നേരം വിളിച്ചിട്ട് മൂപ്പര് ആ പറഞ്ഞത് അങ്ങനല്ല, ആ ക്ലിപ്പിന്റെ ബേക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ നിൽക്കണ്ട. അപ്പൊ പണി വന്ന് പറഞ്ഞു. ഞാനിട്ട ക്ലിപ്പിലോ ഞാൻ പറഞ്ഞതിലോ സുന്നികൾ പറയുന്നതിലോ വല്ല അഭിപ്രായത്തിൽ ഇപ്പൊ വാ, നിങ്ങൾ വന്ന അപ്പൊ ഞങ്ങൾ നിർത്തും. പിന്നെ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരാണ്. വേറെ പരിപാടിയില്ല. ഇന്ന് വരി. അതിനാണ് നിങ്ങളെ എഴുതിയ കത്തിലുള്ള പണ്ഡിത ചർച്ചക്കാർ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഞങ്ങളെ ദിശ പണ്ഡിത ചർച്ചക്കോ അതിനും ഞങ്ങൾ റെഡിയാണ്. രണ്ടും നടന്നോട്ടെ. മറ്റേതോ ഒരു വീട്ടിൽ പോയി ഇരുന്നിട്ട് എന്തൊക്കെ അറിയോ? പ്രസിഡന്റ് വീട്ടിലോ അല്ലെങ്കിൽ സെക്രട്ടറി വീട്ടിലോ എന്തിനാ കൂട്ടരെ വെയ്ക്കൂലറിഞ്ഞ പോരെ? ഇപ്പടി ഇരിക്കണോ? ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനെയും ആക്ഷേപിക്കുക, എല്ലാ കാര്യങ്ങളെയും കുറ്റപ്പെടുത്തുക, എന്നിട്ട് ഇവിടെ മുസ്ലിംകൾ ഐക്യത്തോടെ പോകുമ്പോ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. ഇതല്ലേ ഇവരെ കൊണ്ടുണ്ടായ നേട്ടം? വേറെ എന്താണ് ഇവരുടെ സമുദായത്തിൽ ചെയ്തത്? ഇവരുടെ സമുദായത്തിൽ ചെയ്ത ഗുണമെന്താ? ഒരു വീട്ടിൽ ഉപ്പയും ഉമ്മയും രണ്ടായിത്തീരുന്നു. മകൻ ഉപ്പാനെ കാഫറാക്കുന്നു. ഇതല്ലേ ഇവരെ കൊണ്ടുണ്ടായ ഗുണം? വേറെന്ത് ഗുണമാണ് ഇവിടെ ഉണ്ടായത്? അല്ലേ? ഉപ്പാനെ കുറിച്ച് യാതൊരു മടിയുമില്ലാതെ തുറന്നു പറയുന്നു, ഉപ്പ കാഫറാ. അതല്ല, ഇവർക്ക് ജന്മം നൽകിയ ഉപ്പ, ഇവർക്ക് ഇന്നലകളിൽ ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇവർക്ക് ഇൽമ പറഞ്ഞു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട ഉപ്പ. ആ ഉപ്പയെക്കുറിച്ച് പറയാൻ, ഉമ്മയെക്കുറിച്ച് കാഫർ എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത സമുദായമായി മാറുന്നു. ഇതല്ലാതെ എന്ത് ഗുണമാണ് എന്റെ കൂട്ടരെ ഇവരെ കൊണ്ട് സമുദായത്തിനുണ്ടായത്? എന്ത് ഗുണം അവരെ കൊണ്ടുണ്ടായത്? പാപ്പാരെ കാഫറാക്കണ മടിയില്ല. ഒരാൾ പ്രസംഗിച്ചതാണ് വലിയ ദാർഢ്യത്തോടെ, ഇത് ഇസ്ലാഹി പ്രസ്ഥാന, ഞങ്ങൾക്ക് ബാപ്പി അളാപ്പി അളയാക്കി അമ്മായി ഒന്നുമില്ല, ഞങ്ങൾ എല്ലാരെയും കുറിച്ചും പറയുന്നു. എന്തു പറയും? കാഫറാന്ന് പറയും. ഒരു മടിയില്ല. കേൾക്കുന്നു? നമ്മൾ വീൺകുട്ടിനെയും കൂടി വിമർശിക്കുക കേട്ടോ. ഇത് ഇസ്ലാഹി പ്രസ്ഥാന, ഇത് അടിയനും അമ്മായിയും ഒന്നും പരിഗണിക്കുന്ന പ്രസ്ഥാനമല്ലത്. ഇവിടെ ബാപ്പയും എളാപ്പയും ഒന്നുമില്ല. നിലവില്ല ഇവിടെ ഈ ഇസ്ലാമിൽ ബാപ്പയില്ല അളാപ്പൊന്നുമില്ല. ആ ഇസ്ലാമിക്ക് കൊണ്ടവർക്ക് പോകാം. ഇതെന്ത് ഇസ്ലാമാ? ഇസ്ലാമിന്റെ നിയമമെന്താ?
ഇസ്ലാം ഇത്ര പ്രാധാന്യത്തോടെ കാണുന്ന കാര്യമെന്താ? വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ. ഖുർആൻ എത്ര ഭംഗിയായിട്ടാ കാര്യം പറഞ്ഞത്. മാതാപിതാക്കളോട് ലാ തഖുൽ ലഹുമാ ഉഫിൻ, ഏതൊരു വാക്ക് പോലും അരുത്. പാനോട് ഉമ്മാനോട് ചേർന്ന് വാക്ക് പോലും പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവരെ വെറുപ്പിക്കുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും അരുത്. ആ സ്ഥാനത്ത് അവരെന്ത് പറയണത്? ഞങ്ങൾക്ക് ബാപ്പിയില്ല, അളിയാക്കിയില്ല, അമ്മായില്ല, എളാപ്പില്ല. എന്നാലോ ബാപ്പ മരിച്ചാലോ സ്വത്തെടുക്കുമ്പോ എന്റെ ബാപ്പയാണ്. ആ ബാപ്പാക്കൊണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടതാണ്. ആ സ്ഥലം, ആ റോഡിന്റെ ഭാഗത്തുള്ളത് എനിക്ക് വന്നിരണം. അപ്പൊ ബാപ്പുണ്ട്. പള്ളിയിലേക്ക് ജനാസ കൊണ്ടുവന്നാലോ അപ്പോഴും ബാപ്പുണ്ട്. എന്തിനാ? ബാപ്പാനുള്ള സ്നേഹം കൊണ്ടാണോ? ബാപ്പാനുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല. എനിക്ക് 4 ദിവസം കഴിഞ്ഞാല് സ്ഥലം അളക്കുന്ന അവസ്ഥ വരുമ്പോ മാറി നിന്നാല് അപ്പൊ പറയില്ലേ അനക്ക് ബാപ്പയായിട്ട് ബന്ധമില്ല. അപ്പൊ പറയും ഞാൻ ഇമാമക്ക. നിനക്ക് എന്ത് ഇമാമക്കൾ അർഹതയാണുള്ളത്? നിന്റെ കാഴ്ചപ്പാട് പ്രകാരം ബാപ്പ കാഫറല്ലേ? അതുകൊണ്ടല്ലേ മറ്റാളവരുടെ ബാപ്പയോട് ഞങ്ങൾക്ക് വിഷയമല്ല. കാഫറായ ഉപ്പാനെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റും. എന്താ ഖുർആന്റെ കാഴ്ചപ്പാട്? ലാ തുസല്ലി അലാ അഹദിൻ മിൻഹു മാത അബദാ. കാഫറായ ഒരാളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചുകൂടാ. നിന്റെ കാഴ്ചപ്പാട് പ്രകാരം നിന്റെ ഉപ്പ കാഫറല്ലേ? നിന്റെ ഉമ്മ കാഫറല്ലേ? ഉമ്മ ഇശാ മഗ്രിബിന്റെ ഇടയിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ മസല്ലയിൽ ഇരുന്നുകൊണ്ട് ഖുർആനിൽ ചോദിക്കഴിഞ്ഞാൽ ആ ഉമ്മ മുഹദ്ദിമാരെടുത്ത് പാടാറില്ലേ? അല്ലാത്തീരു തുതിയും സേലത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ ആലം നോടേയ ഏകല്ലരുളാലേ ആയേ മുഹമ്മദ വർഗീളാണോ. നിന്റെ കാഴ്ചപ്പാട് പ്രകാരം അതൊക്കെ കുറച്ച് ഓവറാണ്. ആണോവർ. അപ്പൊ ഓവറാണ്. ഇവന്റെ വിചാരോ ആണ് ഓവർ എന്ന് പറഞ്ഞാൽ ഓവർ എന്നർത്ഥം എന്താ അല്ലേ? അപ്പൊ ഉമ്മ ഗാഫറല്ലേ? ഉപ്പ ഗാഫറല്ലേ? ആ ഉപ്പാനെ ജനാസ നിസ്കരിക്കാൻ പറ്റുമോ? ആ ഉപ്പാനെ കബറടക്കി കഴിഞ്ഞാൽ ആ കബറിനെങ്കിൽ പോയി നിൽക്കാൻ പറ്റുമോ? ഖുർആൻ പറയുന്നതാ ലാ തഖും അലാ ഖബരിഹി. ആ കബറിൽ നിന്നുകൂടാ. ഏത് കബറിൽ? കാഫറായ ഉപ്പയുടെ. അവിടെ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളെ മുമ്പിൽ പറഞ്ഞു ഞങ്ങൾക്ക് ബാപ്പിയില്ല, അളാപ്പില്ല, അമ്മായാക്കില്ല, എല്ലാവരെയും കണക്കാ. കാരണം ഒക്കെ കാഫറാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തിന്റെ പേരിലായി കാഫറാക്കുന്നത്? നമ്മുടെ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധര അമ്പിയാക്കൾ ഔലിയാക്കുന്ന അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ആ മഹത്വക്കളെ സഹായിക്കുമെന്ന നിരക്ക് അവരോടൊന്ന് സഹായം നേടിയാൽ അത് ശിർക്കാ, അത് കുഫറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ സമ്മതിച്ചു കൊടുത്താൽ പൂർവികരെ കുറിച്ചൊക്കെ കാഫറാകുന്നുണ്ടല്ലേ. ഞങ്ങൾ കഴിഞ്ഞ സംവാദത്തിൽ, പേരാമർ സംവാദത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധരായ അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം തേടുന്നതിന്, അവരിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതിന് എത്ര തെളിവുദ്ധരിച്ചു. ഒന്നെങ്കിലും നിരൂപിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആ സീഡി കാണേണ്ടതാണ്. ആ കണ്ടിരിക്കേണ്ട ഒരു സീഡിയാണ്. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 2 DVD നിങ്ങളൊക്കെ ആ സീഡിൽ നിന്ന് കാണണം. സംഘാടകർ, നമ്മുടെ പ്രവർത്തകന്മാർ സീഡിയിട്ടുമായിട്ട് വരുമ്പോൾ നിങ്ങളൊക്കെ ഒരു കോപ്പി കൈപ്പറ്റണം. ഒഴിഞ്ഞിരുന്ന് നിങ്ങളത് കാണണം. കാണുമ്പോഴാണ് ഇവരുടെ ആദർശ പാപ്പരത്വം ബോധ്യപ്പെടുക. ഞങ്ങൾ അവിടുന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലേക്ക് സഹാബത്ത് പോയിട്ടില്ലേ? ബിലാൽ ബിൻ ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് പോയില്ലേ? റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ നബിയേ, ഇസ്തസ്കിൽ ഉമ്മത്തിക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയുടെ സമുദായം ഇതാ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു. നബിയേ, അവർക്ക് വേണ്ടി ഇന്ന് മഴയെ തേടണം, വെള്ളത്തിന് വേണ്ടി തേടണം നബിയെ. ആരോടാ പറയുന്നത്? ഖബറിൽ കിടക്കുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഖബറിൽ കിടക്കുന്ന ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അവരുടെ കിതാബുകൾ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അവിടുന്ന് കാണിച്ചു കൊടുത്തു. അവരുടെ കിതാബിൽ പോലെ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖബറിനരികിൽ പോയി മുത്തുനബിയോട് പറയാണ്, നബിയേ,
യാ റസൂലല്ലാഹ്, മഴയില്ല, വെള്ളമില്ല, കട്ടപ്പാടിലാണ്, പ്രയാസത്തിലാണ്. എന്താ മറുപടി? റസൂലുള്ളാഹി തങ്ങളോട് ഇത് പറഞ്ഞപ്പോ ശക്കായിലേഹിൽ ജുദ്ബ, റസൂലുള്ളാഹി തങ്ങളോട് മഴയില്ലാത്ത കട്ടപ്പാടിന്റെ പ്രയാസങ്ങളുടെ ആവരാജങ്ങ് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ഫറആഹു വഹുവ യഅ്മുറുഹു അയ്യതിയ ഉമറ. ഖബറിൽ കിടക്കുന്ന മുത്തുനബി ഖബറിന്റെ അരികിലേക്ക് വന്ന ആളോട് നിർദ്ദേശം കൊടുക്കുകയാണ്, നീ ഉമറിന്റെ അടുക്കലേക്ക് ചെല്ലണം, ഉമറിനോട് പറയണം മഴ കിട്ടുമെന്നും ജനങ്ങളെ കൂട്ടി പുറപ്പെടണമെന്നും ഉമറിനോട് ഭരണത്തിലേക്കൊന്ന് ലളിതമാക്കാൻ പറയണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു ആര്? ഖബറിൽ കിടക്കുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇത് അവരുടെ കിതാബാണ്. വല്ല മുജാഹിദ് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അറബി വായിക്കാൻ അറിയുമെങ്കിൽ കടന്നു വരാം, എന്നിട്ട് നോക്കിയിട്ട് പറയാ. അതിലില്ലെങ്കിൽ ഇല്ലാന്ന് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാ ഞങ്ങൾക്ക് പിന്നാലെ പോരാ. നാളെ നിങ്ങൾ പറഞ്ഞു നടക്കരുത്. അത് ആ കിതാബിൽ അത് വെറുതെ വായിച്ചാണ് പറയണ്ട. ഇപ്പൊ ഉണ്ണി വന്നോ നിങ്ങളെ കിതാബ. എന്നിട്ട് കഴിഞ്ഞില്ല, ഈ കിതാബിൽ പറയുകയാണ് ഇങ്ങനെ ഖബറിന് നിർദ്ദേശം കൊടുക്കുക, ഖബറിന് സഹായിക്കുക എന്നുള്ളത് സംഭവിച്ചിട്ടുണ്ട്, ധാരാളം സംഭവിക്കാറുണ്ട്. ആർക്ക്? റസൂലുള്ളാഹിക്ക് മാത്രമല്ല, ലിമൻ ഹുവ ദൂനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിന്റെ താഴെയുള്ള ഔലിയാക്കളുണ്ടല്ലോ, ഔലിയാക്കൾ അടുക്കലേക്കും ഇങ്ങനെ പോയിട്ട് ഔലിയാക്കൾ സഹായിച്ച സംഭവങ്ങൾ ധാരാളം കിതാബുകളിലുണ്ട്. വഅരിഫു മിൻ ഹാദാ വഖാ. എനിക്ക് തന്നെ അത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ അറിയാം. ഇതാരാ പറയുന്നത്? നമ്മളല്ല, ഇവരുടെ നേതാവ് തന്നെ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വകദാലിക സുആലു ബഅദിഹിം ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലിഗൈരിഹി മിൻ ഉമ്മത്തിഹി ഹജാ. കേട്ടോളൂ കേട്ടോളൂ, ഇവരെ നേതാവ് പറയുന്നെന്താ? വക്കദാലിക, അപ്രകാരം തന്നെ സുആല് ബാലിഹിം, മറ്റു ചില ആളുകൾ ചോദിക്കുന്ന ആരോട്? ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോട് ചോദിക്കുന്നു. ഔ ലിഗൈരിഹി, അല്ലെങ്കിൽ മുത്തുനബി അല്ലാത്തവരോട് ചോദിക്കുന്നുവൻ ഉമ്മത്തിഹി, റസൂലുള്ളാഹിന്റെ സമുദായത്തിൽപ്പെട്ട സ്വാലിഹീങ്ങളുണ്ടല്ലോ, ഔലിയാക്കളുണ്ടല്ലോ, ആ മഹത്തുക്കളോട് ചോദിക്കുമ്പോ എന്ത് ചോദിക്കുന്നു? ഹജ, നബിയോടോ അല്ലെങ്കിൽ ഔലിയാക്കളോട് പോയിട്ടുള്ള ആവശ്യങ്ങളും ചോദിക്കുമ്പോ ആ ആവശ്യങ്ങളൊക്കെ അങ്ങനെ റസൂലുള്ളാഹിയോട് പോയി ചോദിക്കുമ്പോ, ഔലിയാക്കളോട് പോയി ചോദിക്കുമ്പോ അവന്റെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു. ഫൈന്ന ഹാദാ, ഇങ്ങനെ റസൂലുള്ളാഹിനോട് പോയി ചോദിക്കൽ, ഔലിയാക്കളോട് പോയി ചോദിക്കൽ, എന്നിട്ട് ഉത്തരം കിട്ടുക എന്നുള്ളത് ഖദ് വഖഅ കസീറാ, ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്ര സംഭവങ്ങളാ രേഖപ്പെടുത്താനുള്ളത്? പറയുന്നതാരാ? ഇവരുടെ നേതാവാ. കഴിഞ്ഞില്ല, അദ്ദേഹം വീണ്ടും പറയുകയാണ്. പറഞ്ഞങ്ങോട്ട് അദ്ദേഹം പറയുകയാണ്, വകദാലിക മാ യുദ്കറു മിനൽ കറാമാത്തി വഖബാരിക്കൽ ആദാത്തി അല്ലത്തി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ. അതേ അപ്രകാരം തന്നെ അമ്പിയാക്കളുടെ, ഔലിയാക്കളെ ഖബറിന് കറാമത്തുണ്ടാവാറുണ്ട്, അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, സാധാരണക്ക് വിപരീതമായി പലതും ഉണ്ടാവാറുണ്ട്. ഇതുപോലെ അദ്ദേഹം പറഞ്ഞു, നസൂറുൽ അൻവാർ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കളെ ഖബറിന് പ്രകാശങ്ങൾ ഇറങ്ങാറുണ്ട്. പിന്നെയോ വൽ മലായിക, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കളെ ഖബറിന് മലായികത്തിന്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ശൈത്താന്മാരെ കെട്ടിടാറുണ്ട്. കഴിഞ്ഞില്ല, പറഞ്ഞു അദ്ദേഹം പറയുന്നു, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കളെ ഖബറിന് പോയാൽ മനസ്സിന് സമാധാനം കിട്ടാറുണ്ടല്ലേ? നീറുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി കൊണ്ട് മമ്പറത്തേക്ക് ചെന്നാൽ, പുത്തമ്പള്ളിയിലേക്ക് ചെന്നാൽ മനസ്സിന് സമാധാനം കിട്ടാറുണ്ട്. അതൊക്കെ ഇദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞില്ല, വനുസൂറുൽ അദാബി ബിമൻ ഇസ്തഹാരഹാ,
അല്ലാഹുവിന്റെ അമ്പിയാക്കളെ ഔലിയാക്കളെ പരിഹസിച്ചവരുണ്ടല്ലോ, അവരിലേക്ക് റബ്ബിന്റെ അദാബ് ഇറങ്ങുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയണ ഇക്കാര്യങ്ങളൊക്കെ ഹക്കുന്നത് സത്യമാണ്, നിഷേധിക്കണ്ട, കുറ്റപ്പെടുത്തണ്ട, കളിയാക്കണ്ട, പരിഹസിക്കണ്ട. മൂലേര് പാപ്പാന്റെ കബറിനപ്പോയ മനസ്സിന്റെ സമാധാനം ഉണ്ടാകാറുണ്ട്. ഇവിടെ കാരണവന്മാർക്കറിയില്ലേ അദ്ദേഹത്തിന്റെ കറാമത്ത്, അദ്ദേഹത്തിന്റെ മഹത്വം അറിയില്ലേ, അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി അറിയില്ലേ? അങ്ങനെയുള്ള മഹാന്മാരെ കളിയാക്കിയാല് പരിഹസിച്ചാല് ഒരു സൂറിൽ അദാബി വിമനസ്തഹാരഹ കിതാബാ. വല്ലവർക്ക് സംശയമുണ്ടോ? കയറി വരാം, വായിക്കാൻ. എന്നിട്ട് പറയാ നിങ്ങൾ പറഞ്ഞായിരിക്ക കിതാബിലില്ല എന്ന് പറയട്ടെ, ഇത് പറയട്ടെ. അതാണ് അവർ ചെയ്യേണ്ടത്, കസാര ശൂന്യമായി കിടക്കാൻ. ഉണ്ടെങ്കിൽ വരും. ഞാൻ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട എം ടി ബക്കറുകാരും കൊണ്ട് വേദി മാറ്റി കൊടുക്കാൻ പോകുക. നിങ്ങളെ കാത്താണ് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലെ ആളുകളൊക്കെ കാത്തിരിക്കുന്നു നിങ്ങളെ വരവിനെയാണ്. നാളെ നേരം വെളുത്തിട്ട് കള്ളം പറയാൻ നിൽക്കണ്ട, നേരം വെളുത്തിട്ട് വീരവാദം പറയാൻ നിൽക്കണ്ട. സംവാദ ചർച്ചകൾ ഏതാനും തയ്യാറായില്ല, അതിനേതായാലും നിങ്ങളുണ്ടായില്ല, സംവാദത്തിന് ഏതായാലും ഉണ്ടായില്ല. ഇതിനെങ്കിലും നിങ്ങളൊന്ന് വരി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇതാണ് ഇവരുടെ തട്ടിപ്പിന്റെ ടൂൾ. കഴിയില്ല, ഇവർക്ക് വരാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ വരാലോ. മോനെ എം ടി അബൂബക്കർ മറുപടി കാത്തിരിക്കാം. സൗദിയിൽ നിന്ന് വന്ന് ക്ഷീണം പോലും മാറ്റാതെ നേരം കിട്ടുന്നത് ഒന്ന് ഇവർ ചോദിച്ചെങ്കിൽ, കുറെ ദിവസമായി സൗദിയിൽ പോയിട്ട് ചോദ്യം കിട്ടാൻ അങ്ങനെ ഇരിക്കുക, ഒന്ന് ചോദിച്ചെങ്കിൽ ഒന്ന് മറുപടി പറയാൻ പ്രതീക്ഷിച്ചിരിക്കുക. ഒന്ന് വരും നിങ്ങള്. എവിടെ ഒറ്റൊന്നും കാണാനില്ല, വരൂല. ഞങ്ങൾക്കറിയാം നിങ്ങളെ വന്നാൽ ഞങ്ങൾക്ക് കുറെ കാണിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ വന്നിട്ട് വേണം കാണിക്കാൻ ചിന്തിക്കുന്നു. അപ്പൊ രസമുണ്ടല്ലോ, അവരിങ്ങനെ കാണാൻ പറ്റും. ഇതിപ്പോ ഇങ്ങനെ മറയത്തിരിക്കാനേ. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, നാളെ പറഞ്ഞത് അതിന് മറുപടി വരേണ്ടത്, ആരെ കൊണ്ടുവരേണ്ടത്, ആരെതിനെ കൊണ്ടുവരേണ്ടത്, ആരെങ്കിലും കൊണ്ടുവന്നോളി. അതല്ല വേണ്ടത്. ഇപ്പൊ വേണ്ടത് ഇവിടെ വരിക. അതല്ല നിങ്ങൾ കൊണ്ടുവരും ഞങ്ങളെ മുന്നിലേക്ക്. നിങ്ങൾ ആരെ വേണമെങ്കിലും കൊണ്ടുവന്നോളൂ. ഞങ്ങൾ ഈ പാവപ്പെട്ട കുട്ടികളായ കുറച്ച് ആൾക്കാർ ഞങ്ങൾ വരാം. നിങ്ങൾ പറഞ്ഞല്ലോ വിവരമില്ല, അതെ ഞങ്ങൾക്ക് വിവരമില്ലാത്ത ഞങ്ങൾ മതി നിങ്ങളോട് ഏറ്റുമുട്ടാൻ. നിങ്ങളെ കൊണ്ട് എന്തിനാണ് ഈ നാട്ടിൽ വിവരം ഉണ്ടാക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തട്ടെ. പെട്ടുപോയവരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അല്ലാഹുവിന്റെ ദീനാണിത്. ആലിമീങ്ങൾ, മഹത്തുക്കൾ, സാദാത്യങ്ങൾ കാണിച്ചു തന്ന പരിശുദ്ധമായ മാർഗമാണിത്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ കാണിച്ചെന്ന മാർഗമാണ്. എന്റെ ഉമ്മമാരെ, മൗലൂദ് ശിർക്കാണെന്ന് പറയുകയാണെങ്കിൽ, മാലയും അതുപോലെയുള്ള നമ്മൾ പതിവാക്കുന്ന ദിക്റുകളൊക്കെ ശിർക്കാണെന്ന് പറയുകയാണെങ്കിൽ, കഴിഞ്ഞുപോയ പൂർവികരെ കുറിച്ചൊക്കെ പറയേണ്ടവരില്ലേ, അവരൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. ഇന്നലകളിൽ നമുക്ക് ജീവിത വിശുദ്ധിയിലൂടെ ലോകത്തോട് വിട പറഞ്ഞു പോയവർ എത്ര സ്വാലിഹീങ്ങളാണ് അവരൊക്കെ, എത്ര മഹത്തുക്കളാണ് അവരൊക്കെ. കേരളം കണ്ട മഹാനല്ലേ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആരാ ബാഫഖി തങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ കേരള സമുദായത്തിന്. ബാഫഖി തങ്ങൾ ഹജ്ജിന് പോകുമ്പോ എന്റെ ചെറുപ്പക്കാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, അവസാനത്തെ ഹജ്ജല്ലേ ബാഫഖി തങ്ങള്. പോകുമ്പോൾ എങ്ങനെയാ ബാഫഖി തങ്ങൾ പോയത്? തന്റെ വസതിയിലേക്ക് ആളുകളെ വിളിച്ചു കൂട്ടിയില്ലേ? എല്ലാവരും ഒരുമിച്ച് കൂട്ടിയില്ലേ ബാഫഖി തങ്ങൾ? ആ കൂട്ടത്തിൽ പണ്ഡിതന്മാരില്ലേ, പാമരന്മാരില്ലേ, മുതലാളിമാരില്ലേ, തൊഴിലാളികളില്ലേ, എല്ലാവരുമുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് ബാഫഖി തങ്ങൾ എന്തേ ചെയ്തത്? മങ്കൂസ് മൗലൂദ് എടുത്തു കൊടുത്തില്ലേ? ചൊല്ലിയില്ലേ? മഹാനുകളും കൂടിയിരുന്നില്ലേ? എല്ലാവരും കൂട്ടമായി ചൊല്ലിയില്ലേ? لك أشكو فيه يا سيدي خير النبي. മഹാനായ ബാഫഖി തങ്ങൾ ഇത് ചൊല്ലിയിട്ടല്ലേ ഹജ്ജിന് പോകുന്നത്? ഇവരുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഇത് ചൊല്ലുന്നവരൊക്കെ കാഫിറാണെന്നല്ലേ മുജാഹിദിന്റെ വാദമുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ബാഫഖി തങ്ങൾ ഹജ്ജിന് പോകുമ്പോ കാഫിറായിട്ടാണോ ഹജ്ജിന് പോകുന്നത്?
ഇവരെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ടി വരില്ലേ? അതേ, ആ ബഫക്കീത്തങ്ങൾ ഹജ്ജിന് പോയിട്ട് സുബ്ഹാനല്ലാഹ് പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തു മതാഫിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ബഫക്കീത്തങ്ങൾ കൂടെയുള്ളവരോട് ചോദിക്കുകയാണ്, ഇന്ന് നമ്മൾ ആരുടെ പിന്നാലെയാ നിസ്കരിച്ചത്? കൂടെയുള്ളവർ പറഞ്ഞു, തങ്ങളെ ഹറമൽ ഇമാമിന്റെ പിന്നാലെയാണ്. ഉടൻ തന്നെ ബഫക്കീത്തങ്ങളെ പ്രതികരണം വരികയാണ്, ഇന്ന് നമ്മൾ ഹറമൽ ഇമാമിന്റെ പിന്നാലെയാണ് നിസ്കരിച്ചതെങ്കിൽ നാളെ ഹറമൽ ഇമാം എന്റെ പിന്നാലെ നിന്ന് നിസ്കരിക്കുന്നതാണ്. ഒപ്പമുള്ളവർക്ക് മനസ്സിലായില്ല, കൂടെയുള്ളവർക്ക് തിരിഞ്ഞില്ല. കൂടെയുള്ളവർ ചോദിച്ചു, തങ്ങളെ എന്താണങ്ങ് പറഞ്ഞതിന്റെ താല്പര്യം? നാളെ ഹറമിലങ്ങ് ഇമാമ് നിൽക്കുമെന്നാണോ? തങ്ങളെപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഹറമിൽ ഇമാം എന്റെ പിന്നാലെ നിന്ന് നിസ്കരിക്കുന്നതാണ്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പിറ്റേ ദിവസമല്ലേ കാര്യം മനസ്സിലാകുന്നത്. സുബ്ഹാനല്ലാഹ്, ബഫക്കീത്തങ്ങള് ഈ ലോകത്തോടതാ വിട പറഞ്ഞിരിക്കുന്നു. നാളത്തെ മരണം ബഫക്കീത്തങ്ങൾ ഇന്ന് കാണുന്നു, പറയുന്നു. തങ്ങളെ ജനാസ ഹറമിലേക്ക് കൊണ്ടുവരുന്നു. കഅബയുടെ വിശുദ്ധമായ കഅബയുടെ മുന്നിൽ വെക്കുന്നു. മഹാനായ ബഫക്കീത്തങ്ങളെ പിന്നാലെ ഹറമിലെ ഇമാമതാ നിൽക്കുന്നു. ഇതല്ലേ ബഫക്കീത്തങ്ങൾ പറഞ്ഞ വാക്കിന്റെ പൊരുൾ? നാളത്തെ കാര്യം പോലും ഇന്ന് പറഞ്ഞ മഹാനാണ് ബഫക്കീത്തങ്ങള്. ആ തങ്ങളെവിടെയാ കിടക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, കാഫിറാണെങ്കിൽ മുശ്രിക്കാണെങ്കിൽ ബഫക്കീത്തങ്ങൾക്ക് ഈ ഭാഗ്യം ലഭിക്കുമോ? ബഫക്കീത്തങ്ങൾ എവിടെയാ കിടക്കുന്നത് കണ്ടില്ലേ? ഹജ്ജിന് പോയവർക്കറിയില്ലേ? ഉംറയ്ക്ക് പോയവർക്കറിയില്ലേ? മക്കയിലേക്ക് പോയവർക്കറിയില്ലേ? ജന്നത്തുൽ മുഅല്ലയിലേക്ക് ചെന്നാൽ സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറില്ലേ? ആ ഖബറിന്റെ അരികെ കണ്ടോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാലിന്റെ കീഴിൽ കിടക്കുന്നു ആര്? സയ്യിദത്തുർ റഹ്മാൻ ബഫക്കീത്തങ്ങള്. എന്റെ ഉപ്പമാരെ പറയൂ, ചെറുപ്പക്കാരെ ചിന്തിക്കൂ, ഉമ്മമാരെ ഗൗരവത്തോട് ആലോചിക്കൂ. മഹാനായ ബഫക്കീത്തങ്ങളെ കുറിച്ച് കാഫിറെന്ന് പറയാൻ കഴിയുമോ? ഇവര് പറഞ്ഞത് പറയാണെങ്കിൽ പറയേണ്ടവരില്ലേ? ആ തങ്ങള് കാഫിറാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പെട്ടുപോയവരെ മാറി ചിന്തിക്കുക. ഞാൻ നിർത്തുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട MT അബൂഖർദാരി പറയും. ഇനിയും പറയുന്നു, വല്ല മുജാഹിദിനെ ജിന്നൻ ഔ ഇൻസൻ ഔ മടവൂരൻ ഏതെങ്കാന ആരായാലും കുഴപ്പമില്ല, വരാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. നിങ്ങളെ കാത്തതാ ക്ലാസ് റൂമിൽ 4-5 ദിവസമായി അവിടുത്തെ ക്ലാസ് റൂമിന്റെ ആൾക്കാരെ വിളിച്ചു ചോദിക്കുന്നു. അവർ വരൂലേ? ഏങ്ങരിൽ ചോദിക്കാൻ വരൂലേ? അമീറിനെങ്കിലും ഇടക്കിടക്ക് വിളിച്ചു ചോദിക്കും. അവിടെ ഉണ്ടാവൂലേ? ചോദിക്കാൻ ആൾക്കാരുണ്ടാവൂലേ? ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. കുടുംബത്തിനോട് കൂടെ കഴിയാതെ ഇത് ലോകത്ത് മുട്ടക്ക് വെത്തിക്കാനൂടെ കൂടെ ഒന്ന് എന്തിനാ ഇവരൊന്ന് വരും ചോദിക്കുകയായിരിക്കാൻ. അള്ളാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളൊന്നുമില്ല, സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന സൗഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ. ക്ലാസ് റൂമിന്റെ ആളുകളൊക്കെ നിങ്ങൾ അറിയണം, ഗൾഫ് രാജ്യങ്ങളിൽ വല്ലാതെ കട്ടപ്പെടുന്ന ആളുകളാണ് ക്ലാസ് റൂമിന്റെ ആൾക്കാർ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ അവർ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ നാടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിനിടക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അവർ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ സമയം ഇവിടെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങൾ അവർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിന്റെ സാമ്പത്തിക ബാധ്യതയൊക്കെ അവരത് ഏറ്റെടുക്കുന്നു, സ്വയം ഏറ്റെടുക്കുന്നു. പാവങ്ങളായ ആളുകൾ, ഒട്ടേറെ ആളുകൾ പകലില്ലാതെ രാത്രി 12 മണിക്ക്, 1 മണിക്ക്, 4 മണിക്ക് സുബൈന്റെ മണി ഏറ്റുനോക്കിയാലും കാണാം ആ പാവങ്ങൾ ഗൾഫിലിരുന്നു കൊണ്ട് ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും ദീൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളൊക്കെ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ, രോഗങ്ങൾക്ക് ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ, അവരെ ജോലികളിൽ, കച്ചവടങ്ങളിൽ അഭിവൃദ്ധിയും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റണേ റഹ്മാനെ, പ്രയാസങ്ങളൊക്കെ അകറ്റണേ റഹ്മാനെ, രോഗങ്ങളൊക്കെ ശിഫയാക്കണേ റബ്ബേ. റബ്ബേ, മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടെല്ലാം നീ പരിഹരിക്കണേ റഹ്മാനെ, നീ ഞങ്ങൾ ഏറ്റെടുക്കണേ റഹ്മാനെ.
നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ. ഈ സാധുക്കൾ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. മാതാപിതാക്കളെ ഏറ്റെടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ദർസുകളൊക്കെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ദർസുകളൊക്കെ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ദർസിന്റെ ഹൈറിന്റെ വടികളൊക്കെ നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആരും പകരുത്. കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ബഹുമാനനായ എം ടി ബുഖർദാനോട് അവതരിപ്പിക്കും. ഒട്ടു നിൽക്കുന്നവരൊക്കെ ഇന്ന് അടുത്തേക്ക് നിന്ന് എല്ലാവരും പങ്കെടുക്കുക. ലാസ്റ്റ് ദുആ ചെയ്തിട്ട് നമ്മൾ പോകാവൂ. അതിന് മുമ്പ് ആരും പോകരുത്. എപ്പോഴും അവർക്ക് വരാം. ആ കസാര അങ്ങ് തന്നെ ഇരിക്കേണ്ടത്. അതിലാരും ഇരിക്കൂല. നിങ്ങളെ കാത്തിരിക്കാണ് ആ കസാര. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ കസാര. നിങ്ങൾ എപ്പോ വന്നോ അപ്പൊ മറ്റുള്ള വിശദീകരണങ്ങളൊക്കെ നിങ്ങൾ വരാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ബഹുമാന എം ടി ബുഖർദാനി വിഷാദനത്തിലേക്ക് നീങ്ങുന്നത്. നിങ്ങൾ വന്നാൽ ആ സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്തും. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വരണം. നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ എനിക്കറിയാം എത്ര കട്ടപ്പാട സഹിച്ചറിയോ. ഇന്ന് സത്യത്തിൽ ഈ പരിപാടി ഞാൻ അറിയാതെ ഇന്നത്തെ ദിവസം താനൂർ വേറെ പരിപാടി ആയിട്ടിരുന്നു. എന്തോ ഡേറ്റ് മാറിയ ഡേറ്റിൽ ഇവിടെ സംഘാടകർ വിളിച്ചറിയിച്ചതിൽ ചില പിഴ സംഭവിച്ചതാണ്. 2 ദിവസം മുമ്പാണ്. 3 ദിവസം വിളിച്ചിട്ട് വെച്ചു 14-ാം തീയതി പരിപാടി മറന്നിട്ടില്ലല്ലോ. അങ്ങനെ വെച്ചു നിങ്ങൾ താനൂർക്കാരല്ലേ? ചല്ല വേങ്ങരക്കാരാണ്. പടച്ചറപ്പേ താനൂരാണ് എന്റെ പരിപാടി. നല്ല ഇവിടെ തന്നെയാണ് ഇവര്. ഞാൻ പറഞ്ഞല്ല താനൂരാണ്. ഇവർ നല്ല ഇവിടെ തന്നെയാണ്. ഈ സാധുക്കൾ വേഗം പോയി പാണക്കാട്ടേക്ക് എല്ലാത്തിനും ഒപ്പിക്കലാണ് അവർ ഒപ്പിച്ചത്. പാണക്കാട് വിട്ട് തങ്ങളോട് പറഞ്ഞത് എന്തായാലും പ്രശ്നമാണ്, വന്നിട്ടില്ല, ഈ പ്രശ്നമാണ്, വന്നേ പറ്റൂ. അവസാനം താനൂർക്കാരുടെ പരിപാടി ഡേറ്റ് മാറ്റി അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ പരിപാടി വെച്ചത്. എന്തിനാണ് അവർ പരിപാടി വെച്ചത്? നിങ്ങളൊന്ന് വരാൻ, നിങ്ങളൊന്ന് ചോദിക്കാൻ, നിങ്ങളെ ചോദ്യങ്ങളും ആ മിരട്ടലൊക്കെ ഒന്ന് കേൾക്കാനുള്ള താല്പര്യത്തിനാണ് അവർ വെച്ച്. ഒന്ന് വരൂ. അസ്സലാമു അലൈക്കും.